الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് വളരെയധികം സ്നേഹത്തോടുകൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം മലപ്പുറത്ത് വെച്ച് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് വിസ്ഡം കൂട്ടായ്മ തസ്ഫിയ എന്ന പേരിൽ കേരളത്തിൻ്റെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ബഹുമാന്യനായ ഖാലിദ് മാഷ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഇവിടെ അദ്ദേഹം പങ്കെടുത്ത ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. അന്ന് സംസാരിച്ചത് ബഹുമാന്യനായ സുഹൈർ ചുങ്കത്തറയാണ് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എൻ്റെ ഭാര്യയുടെ പിതാവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ബാപ്പ പങ്കെടുത്ത ഒരു പ്രോഗ്രാം അതിനുശേഷം പങ്കെടുക്കാൻ പറ്റുന്നല്ലോ എന്ന ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട സമയത്തുണ്ടാവുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചിരിക്കൽ, നമ്മുടെ ഈ സംസാരം എല്ലാം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ മനുഷ്യൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ
മനുഷ്യ ആരംഭത്തിൽ തന്നെ രണ്ട് പുറത്താക്കലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് മഹാനായ ആദം നബിയെയും ആദം നബിയുടെ ഭാര്യയായ ഹവ്വാ ബീവിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. രണ്ടാമത്തേത് മനുഷ്യന്റെ ശത്രുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ പിശാചിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ഈ രണ്ട് പുറത്താക്കലുകളാണ് മനുഷ്യന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചു തുടങ്ങുന്ന അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമ്മളെല്ലാവരും വായിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ പുറത്താക്കലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മളിൽ പല ആളുകളും ചിന്തിച്ചിട്ടില്ലാത്ത, പലരും ആലോചിച്ചിട്ടില്ലാത്തൊരു മേഖലയുണ്ട്. ആ രണ്ട് പുറത്താക്കലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, ഒരു വിഭാഗം ആളുകൾക്ക്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ പിശാചിന് ഒരിക്കലും ആ സ്വർഗത്തിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള അവസരമില്ല. പിശാചിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിശാച് നിന്ദ്യനാണ്, നികൃഷ്ടനാണ്, നരകത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആ ഒരു സമയം മുതൽ ഇനി ഒരിക്കലും പിശാചിന് ആ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗം മനുഷ്യരാണ്. ആദം നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹവ്വാ ബീവിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അവിടെയുള്ള പ്രത്യേകത എന്താണ്? ഒരുപക്ഷെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആളുകൾക്ക് മനസ്സു വെച്ചാൽ, വിചാരിച്ചാൽ വീണ്ടും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. മനുഷ്യൻ വിചാരിക്കുകയാണ് എങ്കിൽ, മനുഷ്യൻ പരിശ്രമിക്കുകയാണ് എങ്കിൽ, ഏതൊരു സ്വർഗത്തിൽ നിന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പൂർവ്വ പിതാവിനെ പുറത്താക്കിയത്, അതേ സ്വർഗത്തിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാൻ സാധിക്കും. അതിനെന്തു വേണം? അപ്പൊ ഈ സംസാരം കേൾക്കുന്ന ഇവിടെയുള്ള എല്ലാ ആളുകളും, നമ്മുടെ എല്ലാവരുടെയും ചിന്തയും ആഗ്രഹവും എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ്. ആ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പൂർവ്വ പിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കിയതാണ്. ആ സ്വർഗത്തിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ, സ്വഹീഹായ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ വഴികളെ കുറിച്ച് പഠിക്കണം, ആ വഴികളെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാലഘട്ടം മാത്രമാണ് ഈ ലോകത്ത് നമ്മളെല്ലാവരും ജീവിക്കുക. ഈ ജീവിതത്തിനപ്പുറം നമുക്കൊരു ലോകം വരാനുണ്ട്. എന്തിനാണ് ഞങ്ങൾ അമ്പിയാക്കളുടെ വഴി സ്വീകരിക്കുന്നത്? എന്തിനാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് അനുസരിക്കുന്നത്? എന്തിനാണ് ഖുർആൻ സ്വീകരിക്കുന്നത്? എന്തിനാണ് ഹദീസുകൾ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി നമുക്കൊരു മടക്കമുണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇവിടെ സ്ഥിരമായി താമസിക്കാൻ വന്നവരല്ല. നമ്മൾ ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകും. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ് ഇസ്തിർജാഇന്റെ വാചകം എന്ന് പറയും. അറബിയിൽ ഇസ്തിർജാഇന്റെ വാചകം. എന്താണ് ഈ ഇസ്തിർജാഇന്റെ വാചകം എന്ന് പറഞ്ഞാൽ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് ഇസ്തിർജാഇന്റെ വാക്ക്. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ പദം. ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ, ഒരു ദുരന്തത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥമായി പറയുന്ന വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിന്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ നിന്നിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു മരണ വാർത്ത കേട്ടാൽ നമ്മൾ പറയുന്ന വാചകം എന്താ? പടച്ചോനെ, ഞങ്ങൾ നിന്നിൽ നിന്ന് വന്നവരാണ്, ഞങ്ങൾ നിന്നിലേക്ക് തന്നെ മടങ്ങുന്ന ആളുകളാണ്. നമുക്കൊരു മടക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമീപത്തേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 156-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത്, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ, അവർക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ അവരെന്തു പറയും? ഇന്നാ ലില്ലാഹി
വഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ്. വിശ്വാസികളായ ആളുകൾ പറയുന്ന വാചകാണിത്. ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആ ദിവസത്തെ, അഥവാ മരണത്തിനപ്പുറമുള്ള ദിവസത്തെ നിങ്ങൾ പേടിക്കണം, ഭയപ്പെടണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് കാണാം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. എങ്ങനെ ആയത്ത് തുടങ്ങുന്നത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ ഒരു ദിവസത്തെ, തുർജഊന ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ. അപ്പൊ നോക്കൂ നിങ്ങൾ, നമുക്കൊരു മടക്കമുണ്ട്, നമ്മളെല്ലാവരും മടങ്ങിപ്പോകേണ്ട ആളുകളാണ്. ആ മടങ്ങിപ്പോകുന്ന ദിവസത്തെ, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ പേടിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു നമ്മളോട്. മരണത്തിന്റെ അപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി ഈ ദുനിയാവിൽ വെച്ച് ഒരുങ്ങണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. ഓരോ മനുഷ്യന്മാരും നോക്കട്ടെ, ഓരോ മനുഷ്യന്മാരും ആലോചിക്കട്ടെ, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്ന്. നോക്കൂ നിങ്ങൾ, നമ്മൾ മടങ്ങിപ്പോകുന്ന, അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുന്ന ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ, തയ്യാറാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ ഖുർആൻ നമുക്കുള്ളതാണ്, ഈ ആയത്തുകൾ നമ്മളോടാണ് പറയുന്നത്. നമുക്കൊരു മടക്കുണ്ട്, നമ്മൾ മരിക്കും, അത് ഉറപ്പാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ആരായിരുന്നു? ഇപ്പൊ എൻ്റെ പേര് ഷമീർ എന്നാണ്, എൻ്റെ വീട് മുണ്ടേരിയാണ്, മലപ്പുറം ജില്ലയിലെ ഒരു തമിഴ്നാടിന്റെ ഒക്കെ ബോർഡറിലാണ് എൻ്റെ വീട്. ഇവിടെ നിന്ന് എൻ്റെ പേരെഴുതി, എൻ്റെ വീട്ടുപേരെഴുതി, എൻ്റെ ഉപ്പയുടെ പേരെഴുതി ഒരു കത്ത് പോസ്റ്റ് ചെയ്താൽ എൻ്റെ വീട്ടിലേക്ക് ആ കത്ത് എന്നെ തേടി വരും. എന്നാൽ സഹോദരങ്ങളെ, അഡ്രസ് ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ? നമ്മൾ ആരാണ് എന്നറിയാത്ത, നമ്മളെ കുറിച്ചറിയാത്ത, നമ്മളെ ആർക്കും പരിചയമില്ലാത്ത ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. ഖുർആൻ ഇത് പറഞ്ഞു തന്നു, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യന് പറയപ്പെടാൻ ഒരു അഡ്രസ് ഇല്ലാത്ത, പറയപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ഖുർആന്റെ ചോദ്യമാണ്. നമ്മളില്ലാത്ത, നമുക്കൊരു അഡ്രസ് ഇല്ലാത്ത, നമ്മളെ ആർക്കും അറിയാത്ത ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് അഡ്രസ് ഉണ്ട്, നമ്മളെ ആളുകൾക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ സൗദിയിലോ ദുബായിലോ എവിടെയെങ്കിലും ഉള്ള ഒരാള് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ നിങ്ങളുടെ മുഖം തെളിയും. ഒരു രൂപമുണ്ട് നമുക്ക്, ഒരു അഡ്രസ് ഉണ്ട് നമുക്ക്. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിതവും അതേപോലെ തന്നെ അഡ്രസ്സും രൂപവും ഒക്കെ അല്ലാഹു നൽകിയത് എന്തിനാ? അടുത്ത ആയത്തിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണത്. എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. എന്തിനാ അല്ലാഹു നമ്മളെ പടച്ചത്? നബ്തലീഹി, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് ഈ ജീവിതം തന്നത്, അല്ലാഹു നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് വായിക്കാൻ പറ്റും. എന്തിനാ ജീവിതം നൽകിയത്? എന്തിനാ മരണം നൽകുന്നത്? ഇവിടെ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത്, ആരാണ് നന്മകൾ ചെയ്യുന്നത്, ആ പരീക്ഷണമാണ് ഈ ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം. നമുക്ക് ലഭിക്കുന്ന ഈ ചെറിയ സമയത്തെ, നമ്മുടെ ആയുസ്സിനെ നന്മ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ധന്യമാക്കണം. മനസ്സിലായില്ലേ? കാരണം നമുക്കൊരു മരണമുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ നനച്ചിരിക്കാത്തൊരു സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും.
ഒരു സംശയമല്ല. മരിക്കാതെ ആരെങ്കിലും ബാക്കിയാകുമോ? ഈ ലോകത്ത് എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചാലും, എന്തൊക്കെ തിന്മകൾ പ്രവർത്തിച്ചാലും സഹോദരങ്ങളെ, ഒരു ദിവസം മരണം നമ്മളെ പിടികൂടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞെന്താ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവുകളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. എന്തൊരു പ്രയോഗമാണത്! ദായിഖത്തുൻ നഫ്സ്, ദായിഖത്ത് എന്നാ പറഞ്ഞത്, ദായിഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. എല്ലാവരും മരിക്കും, മരിക്കാതെ ഒരാളും ബാക്കിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിച്ചു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. വെള്ളിയാഴ്ച ദിവസം നമ്മൾ കേൾക്കുന്ന ആയത്താണ്, സൂറത്തുൽ ജുമുഅയിലെ 8-ാമത്തെ ആയത്താണ്. എന്തല്ല പറയുന്നത്? നബിയെ പറഞ്ഞു കൊടുക്കണം, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത് ആ മരണവുമായി നിങ്ങൾ കണ്ടുമുട്ടുമെന്നാണ്. ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടി ഒളിക്കുന്നത് ആ മരണം നമ്മളെ കണ്ടുമുട്ടും, ഒരു സംശയമല്ല. വേറൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞെന്താ? വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബലികൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയോട് അല്ലാഹു പറയാ, എന്താ അല്ലാഹു പറയുന്നത്? നബിയെ, നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം മനശ്വരത നൽകിയിട്ടില്ല. നബിയോട് പറയും, നബിയെ, നിന്റെ മുമ്പ് ഒരാൾക്ക് മനശ്വരത നൽകിയിട്ടില്ല. എന്നിരിക്കെ നീ മരിച്ചെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എങ്ങനെയാ അനശ്വരാകുക? മരിക്കാതിരിക്കുക എങ്ങനെയാ? എല്ലാവരും മരിക്കും. നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക മയ്യിതുൻ, നബിയെ താങ്കൾ മരിക്കും, വ ഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കും, സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ, പിന്നെ പുനരുദ്ധാന നാളിൽ, ഖിയാമത്ത് നാളിൽ മനുഷ്യർ പരസ്പരം തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുന്ന. അപ്പൊ നോക്കൂ നിങ്ങൾ, മരണമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എപ്പോഴാ മരിക്കുക നമുക്കറിയില്ല, ഏത് സമയത്താണ് നമ്മൾ മരിക്കുക നമുക്ക് ആർക്കും അറിയില്ല. ഇതൊരു പുതിയ വർഷമാണ്, 2024 2023 നമ്മുടെ കൂടെ സ്വീകരിച്ച കുറെ ആൾക്കാർ 2024 അവരില്ല. അവരെവിടെയാ? അവരവരുടെ ഖബറുകളിൽ വിശ്രമിക്കുകയാണ്. അവരുടെ ഖബറുകളിലാണ് അവര്, അല്ലേ? അവരുടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചുകൊണ്ട് ഖബറുകളിൽ അവർ വിശ്രമിക്കുകയാണ്. അള്ളാഹു അവരുടെയൊക്കെ ഖബറിടങ്ങൾ അത് സ്വർഗത്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു. എന്നാൽ ആ മരണം എപ്പോഴാണ് സംഭവിക്കുക നമുക്ക് ആർക്കും അറിയില്ല. അള്ളാഹു അത് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. എല്ലാ സമുദായങ്ങൾക്കും എന്തുണ്ട്? ഒരു അവധിയുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയമെത്തിയാൽ അങ്ങോട്ട് നീങ്ങൂല, ഇങ്ങോട്ട് നിൽക്കൂല. സമയത്തെന്ത് ചെയ്യും? മരണം പിടികൂടും. ഒരു സംശയമല്ല അതില്. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം അതിന്റെ കൃത്യമായ സമയത്ത് എന്ത് ചെയ്യും? പിടികൂടും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്ത് മരണമുണ്ട് എന്നാ. ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്ത് മരണമുണ്ട്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കണം, മരിക്കുമെന്ന ചിന്തയുണ്ടാകണം. നമ്മൾ ഇവിടെയുള്ള മൃഗങ്ങളെ പോലെയല്ല, മതം വേണ്ട എന്ന് പറയുന്ന മനുഷ്യന്മാരെ പോലെയല്ല. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ആലോചിക്കണം. മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എപ്പോഴാ മരിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയവും മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഒരു കവി പറഞ്ഞൊരു വാചകമുണ്ട്. ഒരു കവി പറയാണ്, എന്താ പറഞ്ഞത്? ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി ഫകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശഹീനം മിൻ അദ്ദഹരി. അറബിയിലുള്ള ഒരു കവിയാണ്, ഒരു കവിതയാണ്. എന്താണ് ആ കവിതയിലെ വാചകം? തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. വൈകുന്നേരം ആകുമ്പോൾ നമുക്കറിയില്ല, നമുക്ക് ഉറപ്പില്ല നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്നു. നേരം വെളുക്കുന്നതിന്റെ മുമ്പ് ഒരു പക്ഷേ നമ്മുടെ മരണം നമ്മളെ പിടികൂടാം. എന്നിട്ട് പറഞ്ഞ വാചകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ വാചകം? ഫകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാ, ഒരു കാരണമല്ലാതെ മരിച്ചു പോവുകയാണ്. ഒരു കാരണമല്ലാതെ മരിക്കാൻ ആരോഗ്യമുള്ള മനുഷ്യന്മാര്.
അടുത്ത വാചകം എന്താ? എത്രയെത്ര രോഗികളാണ്, മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്ന മനുഷ്യന്മാരാണ്, പ്രായം ചെന്നയാളുകൾ, അസുഖം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, ഒന്നും മരിച്ചെങ്കിലെന്ന് വിചാരിക്കുന്ന ആളുകൾ. പക്ഷേ അവര് മരിക്കുന്നില്ല, അവരുടെ ആയുസ് അങ്ങനെ നീണ്ടുപോകുകയാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? മരണത്തിന് പ്രായത്തിന്റെ വ്യത്യാസമല്ല. രോഗിയാണോ അല്ലെങ്കിൽ ആരോഗ്യമുള്ള അങ്ങനെ ഒരു നോട്ടല്ല മരണത്തിന്. അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ടോ, ആ സമയം എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? മരിക്കും. എന്താ മരണം എന്ന് പറഞ്ഞാൽ അറിയോ? മരണം എന്ന് പറഞ്ഞാലേ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ നമ്മുടേതായി ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അതുമായി വേർപെടുന്ന ദിവസം. അങ്ങനെ നമുക്കൊരു വാചകത്തിൽ പറയാം. നമുക്ക് ഭാര്യയുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് വാഹനമുണ്ട്, നമുക്ക് ജോലിയുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് സൗകര്യങ്ങളുണ്ട്, നമുക്ക് പരിചയക്കാരുണ്ട്. ഈ ലോകത്ത് എന്തൊക്കെ നമുക്കുണ്ടോ അതൊക്കെയുമായി നമ്മൾ മരണത്തോടുകൂടെ വേർപെടുകയാണ്. ആ മരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിശുദ്ധ ഖുർആനും ഹദീസുകളും അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ നേടിയോ അതുമായി വേർപിരിയുന്ന നേരമാണ്. നമ്മൾ മരിക്കുന്നതോടുകൂടെ നമ്മുടേതെല്ലാം മറ്റുള്ളവരുടേതായി മാറും. നമ്മൾ സമ്പാദിച്ച സമ്പത്ത്, അതിൽ നിന്ന് നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ഉപയോഗിക്കുക ഒരുപക്ഷെ 2-3 തുണി വാങ്ങാനുള്ള പണം മാത്രമായിരിക്കും. നമ്മുടെ മയ്യത്ത് പൊതിയാനുള്ള തുണി മാത്രമായിരിക്കും. ഇനി കടമുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ ആ കടം പൂട്ടും. നമ്മുടെ പേരിലുണ്ടായിരുന്ന നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ മറ്റുള്ള ആളുകളുടെ പേരുകളിലേക്ക് നമ്മുടെ മരണശേഷം മാറ്റപ്പെടും. നമ്മുടെ വാഹനത്തിൽ നമ്മളിരുന്ന ഡ്രൈവിംഗ് സീറ്റിൽ വേറൊരാൾ വരും, വേറൊരാൾ ഇരിക്കും അതില്. അപ്പൊ എന്തും നമ്മുടേതെല്ലാം മറ്റുള്ളവരുടേതായി മാറാണ് മരണത്തോടുകൂടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണത്തിന്റെ മുമ്പ് എന്ത് വേണം? ഈ ദുനിയാവിലെ ആയുസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇർതഹലത്തി ദുനിയ മുദ്ബിറ വൽ ആഖിറതു മുഖ്ബില. ദുനിയാവ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൽ ആഖിറതു മുഖ്ബില, പരലോകം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിന് മക്കളുണ്ട്, പരലോകത്തിന് മക്കളുണ്ട്. അഥവാ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ദുനിയാവിലെ സുഖങ്ങളുടെ, സൗകര്യങ്ങളുടെ പിറകയോടുന്ന മനുഷ്യന്മാരുണ്ട്. തിന്മകൾ പ്രവർത്തിച്ച് തോന്നിവാസം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. തഖ്വയോടുകൂടെ അള്ളാഹുവിനെ പേടിച്ച് ദീനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫകൂനു മിന്ന ബിനാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ മക്കളാവണം, നിങ്ങൾ പരലോകത്തിന് വേണ്ടി ജീവിക്കണം. വലാ തകൂനു മിന്ന ബിനാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവരുത്, നിങ്ങൾ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാകരുത്. അടുത്ത വാചകം നമ്മൾ നമ്മുടെ നെഞ്ചിൽ കുത്തിവെക്കേണ്ട വാചകമാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഇന്ന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഹയാത്തുള്ളപ്പോൾ പ്രവർത്തിക്കണം. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കണം, അയൽവാസികളോട് മാന്യമായി പെരുമാറണം, മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കണം. എന്തൊക്കെ നന്മകൾ ചെയ്യാനുണ്ടോ ആ നന്മകളൊക്കെ ചെയ്യാനുള്ള സമയമാണ് ജീവിച്ചിരിക്കുന്ന സമയം. വഗദൻ, എന്നാൽ നാളെയോ? നാളെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? മരിച്ചു കഴിഞ്ഞാലേ. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയാണ്. നാളെ പ്രവർത്തിക്കാൻ പറ്റൂല, നാളെ പ്രവർത്തിക്കാൻ പറ്റൂല. നമ്മൾ മഖ്ബറകൾ കണ്ടിട്ടുണ്ട്, ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഖബറിൽ ആളുകളെ ഇറക്കി വെച്ചവരാണ് നമ്മൾ ആ ഖബറാളികളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ, അവർക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? അവർക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ അവസരമുണ്ടോ? ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അവര് ഖബറിന്റെ സമീപത്തെത്തി. ആ ഹദീസിൽ പറയുന്നത് ആ ഖബറിനൊരു പ്രത്യേകതയുണ്ട്, അതിന്റെ നനവ് പറ്റിയിട്ടില്ല. പുതിയ ഖബറാണ്, പുതിയ ഖബറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അല്ലയോ സ്വഹാബ, അല്ലയോ സഹാബികളെ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? അവര് പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങൾക്കറിയില്ല, അള്ളാഹുവിനും അവന്റെ പ്രവാചകനെ അറിയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്തു, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിസാരമായി കരുതുന്ന ഏതെങ്കിലും ഒരു 2 റക്അത്ത് നിസ്കാരം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൗരവം കാണിക്കാതെ, വളരെ ശ്രദ്ധിക്കാതെ,
നിർവഹിക്കുന്ന ഒരു നിസ്കാരം, ഏതെങ്കിലും 2 റക്അത്ത് നിസ്കാരം, ആ ഒരു നമസ്കാരമെങ്കിലും നിർവഹിച്ചിരുന്നെങ്കിൽ, അതിനൊരവസരം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ആലോചിക്കുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ഖബറിൽ നിന്ന് ആലോചിക്കും, നന്മകൾ ചെയ്തില്ലല്ലോ, നന്മകൾ ചെയ്യാമായിരുന്നല്ലോ എന്ന് ഖബറിൽ കിടന്ന് മനുഷ്യന്മാർ ആലോചിക്കും. അതെന്തിനാ നബി നമുക്കിപ്പോ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലേക്ക് പോകുന്നതിന്റെ മുൻപ് നമ്മളെ പഠിപ്പിച്ചത് എന്തിനാ? നാം ഖബറിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുൻപ് എന്ത് വേണം? നന്മകൾ ചെയ്യണം, സുഹൃതങ്ങൾ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് ചെറിയ ഒരു ജീവിതമാണ്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 60 അല്ലെങ്കിൽ 70 അല്ലേ? 60-70. ഈ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ പ്രായം എത്രയാ? എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരുടെ സഹോദരങ്ങളുടെ പ്രായം എത്രയാ? 40 കഴിഞ്ഞു അല്ലെ? 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന ആയുസ് എത്രയാ? 60 അല്ലെങ്കിൽ 70. അത്രേ നമ്മുടെയൊക്കെ ആയുസ്. അതിൽ തന്നെ പകുതി കാലം ഉറങ്ങിപ്പോയി. അതേപോലെ തന്നെ പഠിച്ചും മദ്രസകളിൽ പോയും ഒക്കെ ഏകദേശം 10-20 വർഷം അങ്ങനെ കഴിഞ്ഞു. പിന്നെ എത്ര കാലം നമ്മളൊക്കെ ജീവിക്കുന്നത്? വളരെ ചെറിയ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ജീവിതത്തെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ധന്യമാക്കണം. ഏറ്റവും നല്ല ജീവിതം നമ്മൾ നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തെ എങ്ങനെ ഉപയോഗിക്കണം, എന്ത് ചെയ്യണം, അത് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടേയില്ല എന്തിനു വേണ്ടിയല്ലാതെ? എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം എന്താ അറിയോ? നാളെ അള്ളാഹുവിനെ, റബ്ബിനെ സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളാകണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാകണം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിന് പ്രത്യേകത ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. നമ്മൾ ഖുർആൻ ഇങ്ങനെ തുറന്നു നോക്കിയാൽ 1-ാമത്തെ അധ്യായം ഫാത്തിഹ, 2-ാമത്തത് ബഖറ. ബഖറയിലെ 21-ാമത്തെ ആയത്തെത്തും അല്ല പറയാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. മനുഷ്യരെ വിളിച്ച് അല്ല പറയാം. എന്താ പറയണത്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാ? നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹിനെ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഇബാദത്ത് ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്വർഗം കിട്ടുക. ആദം നബിനെ അള്ളാഹു പുറത്താക്കിയ ചരിത്രം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആദം നബിയെ പുറത്താക്കിയ സമയത്ത് അള്ളാഹ് പറഞ്ഞെന്താ? ഉൽനഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹ് പഠിപ്പിക്കുകയാണ്. ആദം നബിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോ അള്ളാഹ് പറഞ്ഞ വാചകം എന്താ? ഉൽനഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോകണം. അഥവാ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു അവരെ പുറത്താക്കി. എന്നിട്ട് പറഞ്ഞ വാചകം എന്താ? തുടരെ പ്രവാചകന്മാരെ ഞാൻ നിയോഗിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങൾക്ക് സത്യം പഠിപ്പിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നേരിന്റെ വഴി പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചുകൊണ്ടേയിരിക്കും. ആ പ്രവാചകന്മാരെ ആരാണോ പിൻപറ്റുന്നത്, ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശം ആരാണോ സ്വീകരിക്കുന്നത്, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ പ്രയാസപ്പെടേണ്ടി വരികയില്ല. സ്വർഗമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? സ്വർഗമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കൾ പഠിപ്പിച്ച, പ്രവാചകന്മാര് കാണിച്ചു തന്ന വഴിയാണ്. ആ വഴി നമ്മൾ സ്വീകരിക്കണം, ആ മാർഗം നമ്മൾ സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമസ്കാരത്തിന് ശേഷം നമുക്ക് സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും
നാം സൃഷ്ടിച്ചിട്ടേ ഇല്ല, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ലോകത്തേക്ക് അമ്പിയാക്കൾ കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? നബിമാര് വന്നത്. നബിമാരെല്ലാവരും വന്നത് അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ഉണ്ട് എന്ന് പഠിപ്പിക്കാനല്ല. അള്ളാഹു ഉണ്ട്, ഈ ലോകത്തിനൊരു ഖാലിഖുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന് മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും മനസ്സിലെ വിശ്വാസമാണ്. ഇപ്പൊ വർത്തമാന കാലഘട്ടത്തിൽ ചില ആളുകൾ ദൈവമില്ല, യുക്തിവാദികളെയൊക്കെ നമുക്കറിയാം. ഇപ്പൊ തലപൊക്കി തുടങ്ങിയ ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ, അത് ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും ഏത് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും ഗൗരവമായി പഠിക്കേണ്ട ഒരു മേഖലയാണ് യുക്തിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. എന്താ അവരുടെ വാദം? എന്താണ്? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, ഇത് താനെ ഉണ്ടായതാണ്. ഈ ദുനിയാവ് എന്ന് പറയുന്നത് താനെ ഉണ്ടായതാണ് എന്ന് വാദിക്കുന്ന ആളുകളാണ് യുക്തിവാദികൾ, നിരീശ്വരവാദികളായ ആളുകൾ. യഥാർത്ഥത്തിൽ ഈ ആളുകൾ ഇന്നുണ്ടായതല്ല, ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവരുടെ പിൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പും ആളുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മഹബ്ബ ഫി ബയാനിൽ ഹുജ്ജ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വിശാലമായിക്കൊണ്ടൊരു ചരിത്രം പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ യുക്തിവാദിയായ ഒരു മനുഷ്യൻ, അഥവാ ഈ പ്രപഞ്ചം താനെ ഉണ്ടായതാണ്, ഇതിനൊരു സൃഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, അയാൾ വന്നിട്ട് പറഞ്ഞു, ഒരു മുൽഹിദ് വന്നിട്ട് പറഞ്ഞു, എനിക്കും സൃഷ്ടിക്കാൻ കഴിയും, ഞാനും സൃഷ്ടാവാണ്, എനിക്കും ജീവൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ആളുകൾ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സൃഷ്ടിച്ച് കാണിച്ചു തരും, നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തുവിന് ജീവൻ കൊടുത്ത് കാണിച്ചു തരൂ. അപ്പൊ ആ മനുഷ്യൻ കുറെ മാംസം കൊണ്ടുവരാൻ പറഞ്ഞു. മാംസം കൊണ്ടുവന്നു. ആ മാംസം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ നിക്ഷേപിച്ച് ഒരു പാത്രത്തിലിട്ടു. അതിലേക്ക് കുറെ വേസ്റ്റും വാരിയിട്ടു, അഴുക്കുകളൊക്കെ വാരിയിട്ടു. എന്നിട്ട് ആ പാത്രം ഭദ്രമായി കെട്ടി. ആ പാത്രം ഭദ്രമായി കെട്ടിയിട്ട് ഒരു മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനി വരുമ്പോൾ തിരിച്ചു തന്നാൽ മതി. 2-3 ദിവസം കഴിഞ്ഞ് ആ മുൽഹിദ് യുക്തിവാദി വന്നിട്ട് ആ പാത്രം വാങ്ങി. എന്നിട്ട് അത് തുറന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ധാരാളം പുഴുക്കൾ. അപ്പൊ അയാൾ പറഞ്ഞു, കണ്ടോ, എനിക്ക് സൃഷ്ടിക്കാൻ പറ്റും, എനിക്ക് ജീവൻ കൊടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് മാംസം ഈ പാത്രത്തിലേക്ക് നിറച്ചത്. അതിലൊറ്റ പുഴുണ്ടായിരുന്നില്ല, അതിലൊറ്റ ജീവുള്ള വസ്തു ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒരുപാട് പുഴുക്കളുണ്ട്. ഞാനാണ് ഇതിന്റെ സൃഷ്ടാവ്, ഞാനാണ് ഇതിന് ജീവൻ കൊടുത്തത് എന്ന് ആ യുക്തിവാദി വാദിച്ചു. അപ്പൊ ആ കൂട്ടത്തില് അത് കേട്ടു നിൽക്കുന്ന മനുഷ്യന്മാരില് നല്ല യുക്തിയുള്ള ഒരാളുണ്ടായിരുന്നു, നല്ല ബുദ്ധിയുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, ശരി, നിങ്ങൾ പറഞ്ഞത് പ്രകാരം നിങ്ങളാണ് ഈ പുഴുക്കളുടെ സൃഷ്ടാവ് എങ്കിൽ കം അദദുഹ, ആ പാത്രത്തിന്റെ ഉള്ളിലുള്ള പുഴുക്കളുടെ എണ്ണം എത്രയാണ്? ആ പാത്രത്തിന്റെ ഉള്ളിൽ എത്ര പുഴുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാണ്. നിങ്ങളാണ് അതിന്റെ ഖാലിഖ് എങ്കിൽ, നിങ്ങളാണ് അതിന്റെ സൃഷ്ടാവ് എങ്കിൽ ആ പുഴുക്കളുടെ എണ്ണം പറ. അയാൾക്ക് പറയാൻ കഴിയുമോ? അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അയാളോട് ചോദിച്ചു, ശരി, നിങ്ങളാണ് ഇതിന്റെ ഖാലിഖ് എങ്കിൽ, നിങ്ങളാണ് ഇതിന്റെ സൃഷ്ടാവ് എങ്കിൽ നിങ്ങൾ പറയണം, ഈ പുഴുക്കളുടെ കൂട്ടത്തിൽ ആൺപുഴുക്കൾ എത്ര, പെൺപുഴുക്കൾ എത്ര, നിങ്ങളൊന്ന് പറഞ്ഞാണ്. അയാൾ അവിടുന്ന് ഓടി ഒളിച്ചു എന്നാ. അതാണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ. കൃത്യമായി പ്രമാണബദ്ധമായി ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്, ദൈവമുണ്ട് എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ പ്രവാചകന്മാർ വന്നത് ഇങ്ങനെ ആകാശവും ഭൂമിയും ഒക്കെ പടച്ച ഒരു ദൈവമുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് പറയാനല്ല, മറിച്ച് ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് അടിവരയിട്ട് മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം. അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് ഈ ദുനിയാവിലേക്ക് നമ്മളെ വിട്ടതെന്തിനാ? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാ വിശുദ്ധ ഖുർആനിൽ, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. നിന്റെ മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, നിന്റെ മുമ്പ് ഒരു പ്രവാചകനെയും ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. എന്ത് വഹി നൽകിക്കൊണ്ടല്ലാതെ, എന്ത് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടല്ലാതെ, എനിക്ക് ഇബാദത്ത് ചെയ്യണം, എന്നെ ആരാധിക്കണം. അപ്പൊ ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇതാണ് അമ്പിയാക്കളുടെ സന്ദേശം. ഇതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ? തൗഹീദ് അംഗീകരിക്കുക എന്നുള്ളതാണ്.
തൗഹീദ് മനസ്സിലാക്കാന്നുള്ള. തൗഹീദ് എന്താ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നമ്മുടെ നമസ്കാരം, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ സുജൂദ്, നമ്മുടെ പ്രാർത്ഥനകൾ, ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരിക്കണം? അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഒരാളുടെ തൗഹീദ് ശരിയായിട്ടില്ലെങ്കിലോ, ഒരാളുടെ ഈമാൻ ശരിയായിട്ടില്ല എങ്കിലോ, ഈമാൻ ശരിയായിട്ടില്ല എങ്കിൽ അയാളുടെ ബാക്കിയുള്ള കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കൂല. അയാളുടെ ബാക്കിയുള്ള ഒരു പ്രവൃത്തി അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ ആദ്യം എന്ത് ശരിയാകണം? നമ്മുടെ വിശ്വാസം ശരിയാകണം, നമ്മുടെ ഈമാൻ ശരിയാകണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് ആദ്യം ഞങ്ങളോട് നിങ്ങൾ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നന്നാകുമായിരുന്നില്ല. ഞങ്ങൾ നന്നാകാനുള്ള കാരണം എന്താ? നബി വന്നിട്ട് ആദ്യം ഞങ്ങളെ പഠിപ്പിച്ചെന്താ അറിയോ? അള്ളാനെയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആരെ കുറിച്ചാ? അള്ളാഹിനെ കുറിച്ച് പഠിക്കണം, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞാലാണ് തെറ്റ് ചെയ്യാതെ, തിന്മ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുക. നമ്മൾ എന്തുകൊണ്ടാണ് തിന്മകൾ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അരുതായ്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് അള്ളാഹിനെ അറിയില്ല, നമ്മൾ അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. എന്താ ചരിത്രം എന്നറിയോ? ഒരു അറാബിയായ ഒരു മനുഷ്യൻ, അയാൾക്കൊരു അറാബിയത്തായ ഒരു സ്ത്രീയെ അയാൾക്ക് വല്ലാത്ത ഇഷ്ടം, ആ സ്ത്രീയോട് അയാൾക്ക് വല്ലാത്ത സ്നേഹം. അപ്പൊ അയാൾക്ക് ആ സ്ത്രീയെ ലഭിക്കണം, ആ സ്ത്രീയുമായി ജീവിക്കണം, അതാണ് ആ മനുഷ്യന്റെ ആഗ്രഹം. അങ്ങനെ അയാൾ അവസരം കാത്തു നിന്നു. ഒരു ദിവസം ആ മനുഷ്യനും ആ സ്ത്രീയും ഒരു വിജനതയിൽ ഒറ്റപ്പെട്ടു. അവർ രണ്ടുപേരും മാത്രമായി. അപ്പൊ ആ മനുഷ്യൻ ആ പെണ്ണിനോട് തന്റെ ആവശ്യം പറയണം. അയാൾ പറഞ്ഞു, ഇവിടെ നമ്മൾ മാത്രമാണ്. ഈ ആകാശത്തിന്റെ ചുവട്ടിൽ, ഈ നക്ഷത്രങ്ങൾക്ക് ചുവട്ടിൽ നമ്മളെ കാണാൻ ആരുമില്ല, നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹത്തിന് നീ വഴങ്ങിത്തരണമെന്ന് ആ പെണ്ണിനോട് ഈ അറാബിയായ മനുഷ്യൻ പറഞ്ഞു. അപ്പൊ ആ അറാബിയായ പെണ്ണ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ പെണ്ണ് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ നമ്മളെ കാണാൻ ഇവിടെ ആരുമില്ല എന്ന്. ഈ ആകാശത്തിന്റെ ചുവട്ടിൽ നക്ഷത്രങ്ങളല്ലാതെ നമ്മളെ കാണാൻ ആരുമില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ നക്ഷത്രങ്ങളുടെ സൃഷ്ടാവ് എവിടെയാണ്? നമുക്ക് നേരെ മുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ സംവിധാനിച്ച സൃഷ്ടാവ് എവിടെ? ആ സൃഷ്ടാവ് അറിയാതെ, ആ റബ്ബ് അറിയാതെ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? ആ റബ്ബ് കാണാൻ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? സഹോദരങ്ങളെ, ഈ വിശ്വാസമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാഹ് അറിയും, അല്ലാഹു കാണും, അല്ലാഹു കേൾക്കും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താ? അല്ലാഹുവിനെയാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവിനെ മനസ്സിലാക്കാതെ എന്തൊരു നന്മ ചെയ്തിട്ടും കാര്യമില്ല, അത് അല്ലാഹു സ്വീകരിക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞെന്താ? ലഇന്ന ശറക്ത ലയഹ്ബതന്ന അമലുക. നബിയെ, താങ്കൾ ശിർക്ക് ചെയ്താൽ, നബിയെ താങ്കൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകും, അല്ലാഹ് സ്വീകരിക്കൂല. മനസ്സിലായില്ലേ? ഹാത്തിമുത്തായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജാഹിലിയ കാലത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹാത്തിമുത്തായി എന്നാണ്. ഹാത്തിമുത്തായി ആരാ? ഹാത്തിമുത്തായി എന്നറിയോ? അയാളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അയാൾ നല്ല മനുഷ്യനാണ്. അത്ഭുതപ്പെട്ടു പോകും അയാളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ. അയാള് ഒരു മരുഭൂമിയിൽ അയാൾ താമസിക്കണത്, ഒരു ഒറ്റപ്പെട്ട വീട് അയാളുടെ വീട്. അയാൾ വലിയ സമ്പന്നനാണ്, ആളുകൾക്ക് സേവനം ചെയ്യുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ആ കാലഘട്ടത്തിലെ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും കാരണവന്മാര്, നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ പോയി പറയുന്ന മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അതേപോലെയുള്ള ഒരാളാണ് ആര്? ഹാത്തിമുത്തായി. ഹാത്തിമുത്തായിക്ക് ഒരു മകളുണ്ട്. ആ മകള് ബാപ്പയോട് ഒരു ദിവസം പറഞ്ഞു, ബാപ്പ, നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന നായ, അവർ നായനെ വളർത്തുന്നുണ്ട്, ആ നായ ഭയങ്കര ശല്യമാണ്, ഉറങ്ങാൻ പറ്റണില്ല. നായ രാത്രി കുരച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നായനെ കൊല്ലണം. അതാണ് മകളുടെ ആവശ്യം. അല്ലെങ്കിൽ നായനെ ഒഴിവാക്കണം. ഇതാണ് ആ മകളുടെ ആവശ്യം. അപ്പൊ ഹാത്തിമുത്തായി മകളോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഹാത്തിമുത്തായി മകളോട് പറഞ്ഞു, മോളെ, നമ്മുടെ നായനെ കൊല്ലാൻ പറ്റൂല, അതിനൊഴിവാക്കാനും പറ്റൂല. എന്താ കാരണം എന്നറിയോ? അയാൾ പറഞ്ഞത്, നമ്മുടെ വീട് മരുഭൂമിയിലാണ്. ഈ മരുഭൂമിയിൽ നമ്മുടെ വീടിന്റെ അപ്പുറത്തുകൂടെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്രക്കാർ പോകും, യാത്രക്കാരായ മനുഷ്യന്മാര്. ആ യാത്രക്കാരായ ആളുകളിൽ പലപ്പോഴും അവർ വഴി തെറ്റും. അവർക്ക് ഭക്ഷണം ഉണ്ടാകൂല, അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാകില്ല, അതേപോലെ തന്നെ വെളിച്ചം ഉണ്ടാകൂല. അങ്ങനെ അവർ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മുടെ നായയുടെ കുര കേട്ട്
നമ്മുടെ നായ ശബ്ദത്തിൽ കുരക്കുന്നത് കേട്ട് ഇവിടെ മനുഷ്യന്മാരുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? ആ വഴി തെറ്റിപ്പോകുന്ന മനുഷ്യന്മാർ നമ്മുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം നമുക്ക് കൊടുത്തൂടെ? അവർക്ക് വെളിച്ചം നമുക്ക് കൊടുത്തൂടെ? അവർക്ക് വഴി നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്താ? ഈ നായയുടെ കൊരയാണ്. അതുകൊണ്ട് നായനെ ഒഴിവാക്കാൻ പറ്റൂല. നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ? നമ്മൾ ആരെങ്കിലും അങ്ങനെയുള്ള നന്മകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചിന്തിച്ച ഹാത്തിമുത്തായി എവിടെയെന്ന് നിങ്ങൾ? നരകത്തിലാണ്. ഹാത്തിമുത്തായി നരകത്തിലാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, നന്മകൾ ഏറെ ചെയ്തു, പക്ഷെ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. ആരാ അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ? അബ്ദുല്ലാഹിബ്നു ജുദ്ആനെ കുറിച്ച് ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയ്യ യസിലു റഹിം വയുതഇമുൽ മിസ്കീൻ ഫഹൽ ദാക നാഫിഉഹു. നമ്മുടെ ഉമ്മാന്റെ ചോദ്യമാണ് നബിയോട്. നബിയെ, അബ്ദുല്ലാഹിബ്നു ജുദ്ആനെ ജാഹിലിയത്തിൽ ആളുകളെയൊക്കെ സഹായിക്കുന്ന, കുടുംബ ബന്ധം ചേർക്കുന്ന, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യനാ. അയാൾക്കത് ഉപകാരപ്പെടുമോ? അയാൾക്ക് പരലോകത്തത് ഉപകാരപ്പെടുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യൻഫഉഹു, അയാൾക്കത് ഉപകാരപ്പെടൂല. എന്തേ കാരണം? ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. അയാൾ ഒരിക്കൽ പോലും എന്ത് പറഞ്ഞിട്ടില്ല? പടച്ചോനെ പുറത്തേരണേ എന്ന് പറഞ്ഞിട്ടില്ല. അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഹാത്തിമുത്തായിയുടെ ചരിത്രം ഞാൻ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ജുദ്ആന്റെ ചരിത്രം, അവരൊക്കെ നല്ല മനുഷ്യന്മാരാ, പക്ഷെ അവർക്ക് സ്വർഗ്ഗമില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. വറഖത്ത് ബിൻ നൗഫലിനെ കേട്ടില്ല നമ്മൾ? വറഖത്ത് ബിൻ നൗഫൽ. ആരാ വറഖ? വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിച്ച് പേടിച്ച് വരച്ച സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വറഖയുടെ അടുത്തേക്കാണ് നബിനെ കൊണ്ടുപോയത്. വറഖ ഒരു വേദപണ്ഡിതനായിരുന്നു. വറഖ ഒരു വേദപണ്ഡിതനാണ്. എന്നാൽ വറഖയുടെ ഇതല്ലാത്തൊരു ചരിത്രം നമ്മൾ ആരെങ്കിലും കേട്ടിക്കണോ? ഇല്ല, നമ്മൾ പല ആളുകളും കേട്ടിട്ടില്ല. അള്ളാഹു റസൂൽ ഒരു സ്വപ്നം കണ്ടു. വറഖയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. നബി സ്വപ്നത്തിൽ വറഖയെ കണ്ടു. സ്വപ്നത്തിൽ എങ്ങനെ കണ്ടെന്നറിയോ? വറഖ വെള്ള വസ്ത്രം ധരിച്ചാണ് സ്വപ്നത്തിൽ നബി അദ്ദേഹത്തെ കാണുന്നത്. എന്നിട്ട് നബി പറയുന്നുണ്ട്, വറഖ വെള്ള വസ്ത്രമാണ് ധരിച്ചത്. അദ്ദേഹം സ്വർഗാവകാശി ആയതുകൊണ്ടാണ് വെള്ള വസ്ത്രം ധരിച്ചത്. അദ്ദേഹം നരകാവകാശി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യൂല? വെള്ള വസ്ത്രം ധരിക്കൂല എന്ന് നബി പറയുന്നുണ്ട്. ഞാൻ ഈ സംഭവം എന്തിനാ ഉദ്ധരിച്ചറിയോ? വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വേദ പണ്ഡിതൻ അള്ളാന്റെ റസൂല് ഉള്ള ആ കാലഘട്ടത്തിൽ വളരെ കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച്. അയാൾ നബി പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് മരിച്ച ആളാണ്. പക്ഷെ അയാൾ സ്വർഗത്തിലാണ്. എന്തുകൊണ്ട് സ്വർഗത്തിലാണ്? അദ്ദേഹം നബിനോട് പറഞ്ഞ വാചകം എന്താ? നബിയെ, മുഹമ്മദേ, നീ ആദർശം പറയുമ്പോ നിന്റെ നാട്ടുകാർ നിന്നെ കളിയാക്കും, നിന്റെ നാട്ടുകാർ നിന്നെ എറിഞ്ഞു ഓടിക്കും, അവർ നിന്നെ പുറത്താക്കും, അവർ നിന്നെ പരിഹസിക്കും. അന്ന് ഞാനുണ്ടെങ്കിൽ നിനക്ക് ഞാൻ സംരക്ഷണം നൽകും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, അഥവാ ഞാൻ വിശ്വാസം സ്വീകരിക്കും. നോക്കി നിങ്ങൾ, വറഖത്ത് ബിൻ നൗഫൽ സ്വർഗത്തിലാ വിശ്വാസം സ്വീകരിച്ചതിന്റെ കാരണം കൊണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അയാൾ വന്നിട്ട് നബിനോട് പറഞ്ഞു, നബിയെ, ഞാൻ യുദ്ധത്തിന് പോകണോ, ഞാൻ മുസ്ലിം ആകണോ? ഞാൻ യുദ്ധത്തിന് പോകണോ, മുസ്ലിം ആകണോ? അയാൾ യുദ്ധത്തിന് പോകാനുള്ള ആയുധമൊക്കെ ധരിച്ചിട്ടാണ് വന്നത്. അപ്പൊ നബി പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആകൂ, സുമ്മ ഖാതിൽ, പിന്നെ നീ യുദ്ധം ചെയ്യൂ. അങ്ങനെ അയാൾ മുസ്ലിമായി, ഷഹാദത്ത് കലിമയിൽ മുസ്ലിമായി. എന്നിട്ട് അയാൾ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അയാൾ ഷഹീദായി. ആ മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമില ഖലീലൻ വഉജിറ കസീറൻ, അയാൾ കുറച്ച് നന്മ ചെയ്തിട്ടുള്ളൂ, കുറേ കൂലി കിട്ടിയെന്ന്. അയാൾ അപ്പം മുസ്ലിമായി യുദ്ധക്കളത്തിൽ പോയി ഷഹീദായി, സ്വർഗം നേടി. അപ്പൊ എന്താ വേണ്ടെന്നറിയോ? വിശ്വാസം ശരിയാകണം. നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യണം? ശരിയാകണം. വിശ്വാസം ശരിയാകാതെ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ആരോടും വെറുപ്പുണ്ടായിട്ട് പറയണമല്ല. ഈ നാട്ടിൽ ഒരു മനുഷ്യന്മാർ എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല, ആരും എൻ്റെ ശത്രുക്കളുമല്ല. വളരെ സ്നേഹത്തോടുകൂടെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിൽ തട്ടി ഈ നാട്ടിലുള്ള സഹോദരങ്ങളോട് പറയാം, നമ്മുടെ വിശ്വാസം നമ്മൾ ശരിയാക്കണം. നമ്മുടെ വിശ്വാസത്തിൽ അപജയം ഉണ്ടാകാൻ പാടില്ല. ആരാ വിശ്വാസം നമ്മളെ പഠിപ്പിച്ചത്? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെയൊക്കെ ഇടയിൽ ഒരുപാട് തർക്കങ്ങളുണ്ട്, നമ്മുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഇതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മുജാഹിദുകളുണ്ട്, മുജാഹിദുകൾക്കിടയിൽ തന്നെ വിവിധ ഗ്രൂപ്പുകളുണ്ട്. കേരളത്തിൽ സമസ്തയുണ്ട്, സമസ്തയുടെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ത്വരീഖത്തുകളുണ്ട്. എണ്ണുകയാണ് എങ്കിൽ സമസ്തന്റെ ഇടയിൽ ഒരുപാട് ത്വരീഖത്തിന്റെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. നൂരിഷാ ത്വരീഖത്ത്, നക്ഷബന്ദി ത്വരീഖത്ത്, പല ത്വരീഖത്തുണ്ട്.
അത് എണ്ണാനൊന്നും അതിനെ നേരുണ്ടാവുള്ളൂ. ഞാൻ കളിയാക്കാൻ വേണ്ടി പറയുന്നല്ല. അങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? കുറേ ആൾക്കാരുണ്ട്. ആര് പറയണതാ ശരി, ആരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത്? അത് കുറേ കൂട്ട ആൾക്കാരുണ്ട് ഇവിടെ. അതുകൊണ്ട് ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. 73 വിഭാഗമായി പിരിയും. എല്ലാവരും നരകത്തിലാണ്. എല്ലാ ആളുകളും നരകത്തിലാണ്. അതിലൊരു വിഭാഗം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ ഖാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്. എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. അപ്പൊ നബിയോട് ചോദിച്ചു, നബി ആരാണ് ആ ഒരു വിഭാഗം ആളുകൾ? നബി പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസ. ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊന്നിലാണോ ആ ആളുകൾ. അള്ളാന്റെ റസൂല് എങ്ങനെയാണോ ജീവിച്ചത്, സ്വഹാബികൾ എങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കിയത്, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദീന് പഠിക്കണം. മനസ്സിലായി? അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഏത് വിഷയമാകട്ടെ, മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾ ഇന്ന് വീട്ടിലൊക്കെ പോയിരുന്ന് സമാധാനമായിട്ട് നമ്മൾ ഉള്ള പ്രസ്ഥാനം, നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയും മറ്റു സംഘടനകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കി. ഒന്ന് ലിസ്റ്റ് ചെയ്തു. കുറേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കുറേ അഭിപ്രായം. ഇപ്പൊ സ്ത്രീധനം വാങ്ങാൻ പറ്റുമോ ഇല്ലേ? നമ്മളെല്ലാവരും പറയില്ല സ്ത്രീധനം വാങ്ങാൻ പാടില്ല. സ്ത്രീധനം വാങ്ങാന്ന് ആയത്തോതി പറയുന്ന ആൾക്കാരുണ്ട്. സ്ത്രീധനം ഹലാലാണ്, അത് വാങ്ങാമെന്ന് ആയത്തോതി പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെ? വിവാഹരംഗത്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ധൂർത്തും അനാചാരങ്ങളും എത്രയാ. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്കറിയാം. അല്ലെ? ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിനെ തകർക്കുന്ന രീതിയിലാണ് ചില മുസ്ലിങ്ങളായ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസം അത്! ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ എത്ര പവിത്രമാണ്! വിവാഹം കഴിക്കൽ നബിന്റെ സുന്നത്താണ്. അന്നികാഹു മിൻ സുന്നതി, നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് നബി പറഞ്ഞത്. വിവാഹം കഴിക്കണം. യാ മഅശറ ശബാബ്, അല്ലയോ യുവാക്കളായ ആളുകളെ, മനിസ്തതഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്. നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയാൽ, നിങ്ങൾക്ക് ബാഅത്ത് എത്തിയാൽ നിങ്ങൾ കല്യാണം കഴിക്കണം. ഇസ്ലാമിന്റെ കൽപ്പനയാണ്. കല്യാണം കഴിക്കാൻ പറഞ്ഞു. പെൺകുട്ടികളെ പ്രായമായാൽ കെട്ടിക്കാൻ പറഞ്ഞു. നിങ്ങൾ കല്യാണം കഴിക്കണം, നിങ്ങൾ പ്രായമാകുമ്പോൾ കെട്ടിക്കണം എന്നൊക്കെ പഠിപ്പിച്ച നബി എങ്ങനെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞു. എങ്ങനെ നടത്തേണ്ടത്? എങ്ങനെ? ആർഭാടം കാട്ടിയിട്ടാ? തോന്നിയാസം കാട്ടിയിട്ടാ? പടക്കം പൊട്ടിച്ചിട്ടാ നടത്തേണ്ടത്? അങ്ങനെ ഇപ്പൊ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നു. അവന്റെ സുഹൃത്ത് വിളിക്കാൻ, തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം വിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ മോളുടെ നിക്കാഹാണ്, അപ്പൊ ആ നിക്കാഹ് ഖുത്ബക്ക് വരണം. അപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളെ പോകുമ്പോൾ ശരിക്കും ആലോചിച്ചോളൂ, ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല, നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടാകും. എവിടുന്ന് ആ ചിന്ത കിട്ടിയെന്നറിയോ? കണ്ണൂര് നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള കണ്ണൂർ ജില്ലയിലെ ആളുകളെടുത്തൊരു തീരുമാനമുണ്ട്. എന്താ തീരുമാനം? ഇനി ഇങ്ങനെയുള്ള ആർഭാട വിവാഹങ്ങൾ നടക്കാൻ നല്ല തീരുമാനമാണ്. നാട്ടുകാർ ഉഷാറായ മതി. അത്തരം വിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന, ആ വിവാഹത്തിന് കാർമികത്വം നൽകുന്ന ആൾക്കെതിരെ കേസെടുക്കുന്ന, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞെന്തറിയോ, ഇങ്ങനെ ദീനിൽ ഒരുപാട് വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെയാ പരിഹരിക്കേണ്ടത്? അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടം കഴിഞ്ഞ് നബി മരിച്ച അതേ സ്പോട്ടിൽ 3 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ എന്താന്ന് പഠിക്കുകയും അതിനെ എങ്ങനെയാണോ ആ കാലഘട്ടത്തിലെ ആളുകൾ പരിഹരിച്ചത്, അതേപോലെ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ച് പരിഹരിച്ചാൽ മതി. ഞാനൊരു സ്കെയിലാണ് പറയാൻ പോണത്. ഒരു സ്കെയില്, ഒരു മാനദണ്ഡം പറയാണ്. ആ മാനദണ്ഡം നമ്മളൊക്കെ പഠിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ വിഷയങ്ങളും അതേ മാനദണ്ഡം ഉപയോഗിച്ച് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുക. എന്താ നബി മരിച്ചപ്പോണ്ടായ പ്രശ്നം? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നബി മരിച്ചപ്പോണ്ടായ പ്രശ്നം? നബി മരിച്ചപ്പോൾ 3 പ്രശ്നം ഉണ്ടായി. ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയോ? ഒന്നാമത്തെ പ്രശ്നം നബി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നബി മരിച്ചിട്ടില്ല, അതാ ഒന്നാമത്തെ പ്രശ്നം. ആരാ പറയുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇസ്ലാമിലെ ഏറ്റവും കരുത്തനായ, ധീരനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറയാ, മുഹമ്മദ് നബി മരിച്ചിട്ടില്ല. വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു അവന്റെ തല ഞാൻ വെട്ടുന്നു. ഉമർ തന്നെ പറഞ്ഞത് ചെയ്യും, എല്ലാവർക്കും അറിയാം. ഒരു വാചകം കൂടെ അദ്ദേഹം ചേർത്ത് വെച്ചു. പണ്ട് തൂരിസീന പർവ്വതത്തിലേക്ക് മൂസാ നബി വേദം സ്വീകരിക്കാൻ പോയതുപോലെ മുഹമ്മദ് നബി അള്ളാന്റെ അടുക്കലേക്ക് പോയതാ, തിരിച്ചു വരും. മൂസാ നബി മടങ്ങി വന്നതുപോലെ അള്ളാഹുവിന്റെ റസൂലും മടങ്ങി വരും. അതുകൊണ്ട് നബി മരിച്ചിട്ടില്ല. മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞു അവന്റെ തല ഞാൻ വെട്ടും. മുസ്ലിങ്ങളുടെ ഇടയിൽ തർക്കമായി.
ആർക്കും എതിർക്കാൻ പറ്റണില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് നബി മരിക്കണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ തിങ്കളാഴ്ച രാവിലെ നബി നല്ല ആരോഗ്യാവസ്ഥയിലായിരുന്നു. എല്ലാവരും സന്തോഷിച്ചൊരു സമയമാണ്. ആ ഒരു ചരിത്രം തന്നെ വിശാലാണ്, പറയാൻ സമയമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ആ നബിയുടെ ആരോഗ്യാവസ്ഥ നല്ലതായത് കൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ഒരല്പം ദൂരെയുള്ള മറ്റൊരു ഭാര്യ വീട്ടിൽ പോയതാ. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിന്റെ മരണ വാർത്ത കേട്ട് വന്നു. അദ്ദേഹം നബിന്റെ നബിയുടെ മയ്യത്ത് കടത്തിയ റൂമിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് നബിയുടെ മുഖത്ത് നിന്ന് എന്ത് ചെയ്തു? ആ മയ്യത്ത് തുണി മാറ്റി നബിയുടെ മുഖം കണ്ടു. ആ മുഖത്ത് അദ്ദേഹം ചുംബിച്ചു. അദ്ദേഹം ചില വാചകങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പുറത്തു വന്നു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഉമറെ ശാന്തനാകണം, ഉമറെ ശാന്തനാകണം. ഉമർ റളിയല്ലാഹു കേട്ടില്ല. അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല. സഹോദരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നത്തെ അബൂബക്കർ റളിയല്ലാഹു പരിഹരിക്കണം. എങ്ങനെ പരിഹരിക്കണം അറിയോ? അബൂബക്കർ റളിയല്ലാഹു ജനങ്ങളോട് പറഞ്ഞല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. എന്നൊരു ഖുതുബ നടത്തി അദ്ദേഹം പറഞ്ഞു, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചത് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് അത് പറഞ്ഞതാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും. മുഹമ്മദ് ഒരു പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകിൽ അദ്ദേഹം കൊല്ലപ്പെടാ. മുമ്പുള്ള പ്രവാചകന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു നബി, ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി ഇതിന് മരിച്ചിട്ടുണ്ട്. അബൂബക്കർ തന്നെ പറഞ്ഞു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്, അവൻ മരണമില്ലാത്തവനാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഉമർ റളിയല്ലാഹു ഇത് കേട്ടു. കയ്യിന്ന് വാള് താഴേക്ക് വീണു. ആ പ്രശ്നം അവിടെ പരിഹരിക്കാൻ എങ്ങനെയാ പരിഹരിച്ചത്? ഒരായത്തോട് ഓതി കൊടുത്തു. നബി മരിക്കുമെന്ന ആയത്താണ് കേട്ടു. അതോടുകൂടെ പ്രശ്നം തീർന്നു. എങ്ങനെ പ്രശ്നം തീർന്നത്? തെളിവ് കിട്ടിയപ്പോഴാണ്. എന്താ തെളിവ്? ഖുർആനിലെ ആയത്ത് കിട്ടി, ആയത്ത് മനസ്സിലായി. ഉമർ റളിയല്ലാഹു അറിയാഞ്ഞിട്ടല്ല, ഉമർ റളിയല്ലാഹു ഒരു വല്ലാത്ത വൈകാരികമായ രംഗമായിരുന്നു. അദ്ദേഹം നബി മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. അത്രയും സ്നേഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ പ്രശ്നം അവിടെ തീർന്നു. നബി മരിച്ചു എന്ന് എല്ലാവരും അംഗീകരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്നെങ്ങാനും ഉമർ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ആ പ്രമാണം സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തേക്കാര അവസ്ഥ? ഇന്ന് ലോകത്ത് ഇപ്പൊ നമ്മൾ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാകുമായിരുന്നു. എന്ത് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി മരിച്ചിട്ടില്ല, മുഹമ്മദ് നബി തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയും കൂടി ഉണ്ടാകുമായിരുന്നു. ആ സംഘടന ഇല്ലാതായത് എന്തുകൊണ്ടാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു തെളിവാണ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, അത് സ്വീകരിച്ചു. ആ പ്രശ്നം കഴിഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ പ്രശ്നം അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു കിടക്കാൻ, നബിന്റെ മയ്യത്ത് മറമാടിയിട്ടില്ല. അടുത്ത പ്രശ്നം വന്നു. ആരാണ് അടുത്ത ഭരണാധികാരി? ആരാണ് അടുത്ത ഖലീഫ? രണ്ടാമത്തെ പ്രശ്നം തർക്കമായി. അൻസാറുകൾ പറഞ്ഞു, ഞങ്ങൾ അൻസാറുകളാണ്, ഞങ്ങൾ മദീനക്കാരാണ്, ഞങ്ങളാണ് നബിയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവർ, മുഹാജിറുകൾക്ക് അന്നം കൊടുത്തവർ, മുഹാജിറുകളെ സ്വീകരിച്ചവർ ഞങ്ങളാണ്, ഞങ്ങൾ ഈ നാട്ടുകാരാണ്, ഞങ്ങൾക്കാണ് നേതൃത്വം വേണ്ടത്. അൻസാറുകളുടെ അഭിപ്രായം. സഹോദരങ്ങളെ, ചരിത്രം പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ മയ്യത്തിന്റെ ആ മരണാനന്തര കർമ്മങ്ങളിൽ വ്യാപൃതരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ മയ്യത്തിന്റെ കർമ്മങ്ങളിലാണ്. അപ്പൊ ഇവിടെ ബനൂ സായിദ പന്തലിൽ അൻസാറുകൾ ഒരുമിച്ച് കൂടി. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവരിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അവരടുത്ത ഖലീഫനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചയിലാണ്. അടുത്ത ഖലീഫ ആരാകണം? ആ ചർച്ചയിലാണ് അവര്. ഒരു ഭാഗത്ത് നബിന്റെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവിടെയോ അടുത്ത ഖലീഫ ആരാണ് എന്ന് തെരഞ്ഞെടുക്കാനുള്ള ചർച്ച. എത്ര വലിയ കുഴപ്പമുണ്ടാകുന്ന കാര്യം. ഉമർ റളിയല്ലാഹു തടഞ്ഞു. ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹുവിനെയും കൂട്ടി വേറൊരു സഹാബിനെയും കൂട്ടി ഓടി വരികയാണ് ബനൂ സായിദ പന്തലിലേക്ക്. അവിടെ വരുന്ന വഴിയിൽ ഉമർ റളിയല്ലാഹു അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു ഉമറിനോട് പറഞ്ഞു, ഉമറെ നീ മിണ്ടാൻ പാടില്ല. ഉമർ റളിയല്ലാഹു കുറച്ച് ദേഷ്യമുള്ള ആൾ നമുക്കറിയാം, നീ മിണ്ടാൻ പാടില്ല, ശാന്തനായിരിക്കണം, ഞാൻ സംസാരിച്ചോണ്ട്. അങ്ങനെ അവിടെ വന്നപ്പോൾ അവരിങ്ങനെ ഈ ചർച്ചകളിലാണ്. അബൂബക്കർ റളിയല്ലാഹു വന്ന് അവരോട് സലാം പറഞ്ഞു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു ഒരു പ്രസംഗം നടത്താണ്. അബൂബക്കർ റളിയല്ലാഹു അള്ളാന്റെ ദീനിനു വേണ്ടി അൻസാറുകളായ ആളുകൾ ചെയ്ത സേവനങ്ങൾ എണ്ണി പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകൾക്ക് കൽപ്പിച്ചു കൊടുത്ത മഹത്വങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു. അതൊക്കെ അൻസാറുകളായ ആ ആളുകൾ അംഗീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? അല്ലയോ അൻസാറുകളായ ആളുകളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകം? എന്താ നബി പറഞ്ഞത്?
ഇമാറത്ത്, നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് ഖുറൈശികൾക്കാണ്. നേതാക്കന്മാര് ഖുറൈശികളാണ്, അത് അൻസാറുകളല്ല, ഖുറൈശികളാണ് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ആ സദസ്സിനോട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചോദ്യം. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖത, സദഖത, താങ്കൾ പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നേതാക്കന്മാര് നിങ്ങളാണ്, ഖുറൈശികളാണ്. നഹ്നുൽ വുസറാ അൻതുമുൽ ഉമറാ, നിങ്ങളാകുന്നു ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങൾ നിങ്ങളുടെ മന്ത്രിമാരാണ്, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ഭിന്നതയുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വിഷയം അവിടെ പരിഹരിക്കപ്പെടുക. എന്ത് കേട്ടപ്പോ? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നബി പറഞ്ഞിട്ടുണ്ട്, നേതൃത്വം ഖുറൈശികൾക്കാണ്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫയായി വരുന്നത്. പ്രശ്നം പരിഹരിച്ചു. തെളിവ് കിട്ടിയപ്പോൾ, നബി പറഞ്ഞു എന്ന് കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രശ്നം പരിഹരിച്ചു. മൂന്നാമത്തെ പ്രശ്നം എന്താ അറിയോ? നബിന്റെ മയ്യത്ത് ഇവിടെ മറമാടണം, അള്ളാന്റെ റസൂലിന്റെ മയ്യത്ത് ഇവിടെ മറമാടണം. 3 അഭിപ്രായങ്ങൾ വന്നു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു അള്ളാന്റെ റസൂല് മക്കയിലാണ് ജനിച്ചത്, പരിശുദ്ധ ഹറമുള്ളത് മക്കയിലാണ്, ആ മക്കയിലേക്ക് നബിയുടെ മയ്യത്ത് കൊണ്ടുപോകണം. ഒരു കൂട്ടം സ്വഹാബികൾ. വേറൊരു കൂട്ടം ആളുകൾ പറഞ്ഞു അല്ല, അങ്ങ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് അമ്പിയാക്കളുടെ ഖബറുകളുണ്ട്, ആ പള്ളിക്ക് ചുറ്റും സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ പറയുന്ന ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് നബിമാരുടെ ഖബറുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകണം. മുഹമ്മദ് നബിന്റെ മയ്യത്തും അങ്ങോട്ട് കൊണ്ടുപോകണം. അതാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം പറഞ്ഞു അല്ല, മദീനയിലാണ് നബിയുടെ മയ്യത്ത് മറമാടേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വന്നു. നബിന്റെ നാടാ മദീന, നബിക്ക് ഇഷ്ടപ്പെട്ട മണ്ണാ മദീന, അതുകൊണ്ട് മദീനയിലാണ് നബിയുടെ മയ്യത്ത് മറമാടേണ്ടത്. സ്വഹാബികൾക്കിടയിൽ തർക്കമുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു വീണ്ടും ഇടപെട്ടു. അബൂബക്കർ റളിയല്ലാഹു അവരോട് പറഞ്ഞു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കൾ എവിടെയാണോ മരിക്കുന്നത് അവിടെയാണ് അവരെ മറമാടേണ്ടത്. തർക്കം തീർന്നു, തർക്കം കഴിഞ്ഞു. എന്താ തർക്കം? എവിടെ മറമാടണം. തർക്കം എങ്ങനെയാ പരിഹരിച്ചത്? അമ്പിയാക്കൾ എവിടെയാണോ മരിക്കുന്നത് അവിടെ. എവിടെ? നബിന്റെ ഖബർ ആയിഷമ്മന്റെ വീട്ടിലാണ്. എന്തുകൊണ്ട് ആയിഷമ്മന്റെ വീട്ടിൽ വന്നത്? അതാണ് ഹദീസ്, അതാണ് പ്രമാണം, അതാണ് അമ്പിയാക്കൾ മരിക്കുന്ന സ്ഥലത്ത് അവരെന്ത് ചെയ്യണം? മറമാടണം. മനസ്സിലായോ സഹോദരങ്ങളെ? അള്ളാന്റെ റസൂൽ മരിച്ച് പ്രവാചകന്റെ മയ്യത്ത് മണ്ണിലേക്ക് വെക്കുന്നതിന്റെ മുൻപുണ്ടായ 3 പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിഹരിച്ചത്? പ്രമാണങ്ങൾ കിട്ടിയപ്പോഴാണ്. നമ്മുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രമാണങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കൂ നിങ്ങൾ. ആ പ്രമാണങ്ങളിൽ എന്താണോ പറയുന്നത് അത് കേട്ടു നോക്കൂ നിങ്ങൾ. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ തർക്കം എന്താ? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ വലിയ തർക്കം എന്താ? കേരളത്തിലെ സെലഫികളായ ആളുകൾ പറയുന്നത് അള്ളാനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതാണ് സെലഫികൾ പറയുന്നത്. മുജാഹിദുകൾ പറഞ്ഞ ഇതാണ്, ആരോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ജിന്നാകട്ടെ, മലക്കാകട്ടെ, ഇൻസാകട്ടെ, ഔലി, ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലെ? കേരളത്തിലെ മറ്റു സംഘടനകൾ, പ്രത്യേകിച്ച് സമസ്തയിലെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവരുടെ ഉസ്താദുമാർ പറയുന്നത് എന്താ? അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തന്നെയാണ്, അള്ളാഹു അല്ലാത്ത ആളുകളെയും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ്. പ്രാർത്ഥിക്കാന്നൊക്കെ പറയോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. നോക്കൂ നിങ്ങൾ, 1993 ഒക്ടോബർ മാസം പുറത്തിറങ്ങിയ നുസ്രത്തുൽ അനാ മാസിക, ആ നുസ്രത്തുൽ അനാ മാസികയിലെ ഒരു ലേഖനമുണ്ട്. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് ഇസ്തിഗാസ, പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പ്രാർത്ഥനയോ അല്ലാതാണ്. നോക്കി നിങ്ങൾ, ഖബർ സന്ദർശിക്കുന്ന വേളയിൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് ഇസ്തിഗാസ, പ്രാർത്ഥന തന്നെ നടത്താറുണ്ട്. നമ്മൾ പറഞ്ഞത് പാടില്ല എന്നാണ്, ദീനിലില്ലാത്ത കാര്യമാണ്. പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത്. അതിനാ ഖുർആൻ ഇറങ്ങിയത്, അതിനാ നബിമാര് വന്നത്. പിന്നെ എങ്ങനെയാ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥിക്കുക? എങ്ങനെ നമ്മൾ ഖബറിലെ മനുഷ്യനോട് പ്രാർത്ഥിക്കുക? ഫതാവ മുഹ്യിസുന്ന എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഫതാവ മുഹ്യിസുന്ന, ബഹുമാന്യനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന ഉസ്താദാണ് ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിനോടൊരു ചോദ്യം, മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയാണോ? മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയാണോ? എന്താ ഉത്തരം പറയാം? ഈ നാട്ടിലെ നല്ലവരായ സഹോദരങ്ങളെ, എന്തായിരിക്കും നമ്മൾ ഉത്തരം പറയാം?
മരിച്ചുപോയ ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂല എന്നല്ലേ നമ്മൾ പറയാം. പക്ഷെ ഉസ്താദ് പറഞ്ഞത് അനുവദനീയാണെന്നാണ്. അത് ഖുർആനിലുണ്ട് എന്നാണ്. അത് ഖുർആനിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ ഇറങ്ങിയതല്ല ഖുർആൻ. അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയാ. അതിനേക്കാൾ വലിയൊരു അപകടം. ഹാഷിം നഈമി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു പുസ്തകം എഴുതി, വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പുസ്തകത്തിന്റെ പേര്. വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി. ആ പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് കീരത്ത് മുഹമ്മദ് മാസ്റ്ററാണ്. എന്തായാലും പിന്നെ 37-ാമത്തെ പേജിൽ എന്താ അറിയോ? ഹെഡിങ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അത് മുജാഹിദുകളുടെ മുദ്രാവാക്യമാണ്. അത് സലഫികൾ പറയണതാണ്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അതിന്റെ ചുവട്ടിൽ പറയണ എന്താ അറിയോ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തിയെന്ന്. നഊദു ബില്ലാഹ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള വാക്കാണിത്. ഒരു നബിയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പഠിപ്പിച്ചുകൊണ്ട്. എല്ലാ നബിമാരും പഠിപ്പിച്ചത് എന്താ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാ. ആ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് ഇബ്ലീസിന്റെ വാദാണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇബ്ലീസ് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ. ഇബ്ലീസിന് വരെ അങ്ങനെ ഒരു വാദമല്ല. നമ്മളെവിടെയും കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല അങ്ങനെ ഒരു വാദം പറഞ്ഞ്. ഇങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണം ഞാൻ പറഞ്ഞത് പരസ്പരം തെറി പറയാനോ വഴക്ക് പറയാനുള്ളൊരു വേദിയല്ല, ആരെയും കുറ്റപ്പെടുത്താനുള്ള വേദിയല്ല. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് 1-2 പ്രസിദ്ധീകരണങ്ങൾ മാത്രം വായിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളോടുള്ള വെറുപ്പല്ല സഹോദരങ്ങളെ. നമ്മൾ അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആൾക്കാരാണ്. നോക്കൂ നിങ്ങൾ, ഇനി ഞാൻ പറയാമൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്തുകൊണ്ടാണ് സലഫികളായ ആളുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മുജാഹിദുകൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണം എന്താ അറിയോ? നമുക്ക് ദീന് പഠിപ്പിച്ചതാരാ? നബിമാരല്ലേ. എല്ലാ നബിമാരും അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എല്ലാ നബിമാരും അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആദം നബിയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ കേട്ട ആയത്ത് എന്താ? ഖുൽനഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താ അല്ലാഹ് പറഞ്ഞത്? തുടരെ തുടരെ പ്രവാചകന്മാരെ പറഞ്ഞയക്കും. ആ പ്രവാചകന്മാർ കൊണ്ടുവരുന്ന ആദർശം സ്വീകരിക്കണം എന്നാ. എന്താ നബിമാരുടെ ആദർശം? എന്താ ആദം നബിന്റെ ആദർശം? എന്താണ് ഇബ്രാഹിം നബിയുടെ ആദർശം? എന്താണ് എല്ലാ നബിമാരുടെ ആദർശം? എന്താ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നാ. ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ നബി ആദം നബി അല്ലേ? ആദം നബിന്റെ പ്രാർത്ഥന ആരോടാ? അള്ളാഹിനോടാണ്. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു പടപ്പിനോട് ആദം നബി ദുആ ചെയ്തുക്കണോ? ഇല്ല സഹോദരങ്ങളെ. നിങ്ങൾ പരിശോധിച്ചോളി, പഠിച്ചോളി. ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബിയുടെ പ്രാർത്ഥനയാണ്. ആരോടാ? റബ്ബനാ ളലംനാ അൻഫുസനാ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ റബ്ബേ. നോക്കി നിങ്ങൾ ആദം നബിയുടെ പ്രാർത്ഥന. നൂഹ് നബിയുടെ പ്രാർത്ഥന എങ്ങനെയാ? ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. അല്ലാഹുവേ, ഈ സമുദായം എന്നെ കളവാക്കിയിരിക്കുകയാണ്, എന്നെ നീ സഹായിക്കണേ. നൂഹ് നബി അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരോടാ നൂഹ് നബിന്റെ പ്രാർത്ഥന? അള്ളാഹിനോടാണ്. അതേപോലെ തന്നെ അയ്യൂബ് നബിന്റെ പ്രാർത്ഥന ആരോടാ? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. എന്ത് രസമുള്ള പ്രാർത്ഥന അതൊക്കെ. ഈ ഖുർആനിലെ ആയത്തുകളെ ഓതുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്ന സഹോദരങ്ങളെ? അയ്യൂബ് നബിന്റെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു. അയ്യൂബ് തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം, അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായ സമയത്ത്, ദുരിതം ബാധിച്ച സമയത്ത് അള്ളാഹിനെ വിളിക്കുക അയ്യൂബ് നബി അലൈഹിസ്സലാം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബിയുടെ പ്രാർത്ഥന ആരോടാ? വദന്നൂന ഇദ് ദഹബ മുഗാദിബൻ ഫظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. അതിൽ അവസാനത്തെ വാചകം ഉണ്ടല്ലോ, പഠിച്ചു വെച്ചോളി. അവസാനം പറഞ്ഞ വാചകം ഉണ്ടല്ലോ, ഏതാ? എന്താ അവസാനത്തെ വാചകം? ലാ ഇലാഹ ഇല്ലാ അൻത ലാ ഇലാഹ ഇല്ലാ അൻത
റബ്ബേ നീയല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. സുബ്ഹാനക നീ പരിശുദ്ധനാണ് നാഥാ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ ളാലിമുകളുടെ കൂട്ടത്തിൽ, അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു തമ്പുരാനെ. യൂനുസ് നബി മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. ഇനി ആരതാ കേൾക്കേണ്ടത്? ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന ആരോടാ? മക്കളില്ലാതെ പ്രയാസപ്പെട്ട ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന ആരോടാ? അള്ളാഹിനോട്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന അല്ലാഹ് കേട്ടു. അല്ലാഹ് അദ്ദേഹത്തിന് മകൻ ഇസ്മായിൽ നബിനെ, ഇസ്ഹാഖ് നബിനെ കൊടുത്തു. അപ്പൊ ആരോട് നന്ദി പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. രണ്ട് മക്കളെ ലഭിച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബി അള്ളാഹിനോട് ശുക്ർ പറയാണ്, നന്ദി പറയാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ ഖുർആൻ നമ്മൾ തുറന്നു നോക്കിയാൽ ആ ഖുർആനിൽ കാണുന്ന പ്രാർത്ഥനകളൊക്കെ ആരോടാ? അള്ളാഹിനോടാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ, നാട്ടിലുള്ള ആരാകട്ടെ, ഏത് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാകട്ടെ, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലുള്ള മടവൂരിൽ മറമാടപ്പെട്ട CM മടവൂരി എന്ന് പറയുന്ന മനുഷ്യൻ, അയാളൊരു ഭ്രാന്ത് ബാധിച്ച മനുഷ്യനാണ്. എൻ്റെ വാചകല്ലട്ടോ, അയാളുടെ കുടുംബക്കാർ പറഞ്ഞതാണ്. അയാളുടെ കുടുംബക്കാർ പറഞ്ഞാണ്. അയാളൊരു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനോട് മര്യാദ കാണിക്കാത്ത മനുഷ്യൻ. അയാളുടെ കുഴപ്പമില്ല, അയാൾക്ക് ഭ്രാന്താണ്, അയാൾക്ക് സുഖമില്ല. അയാൾ ഒരു പക്ഷേ അയാൾ കുറ്റക്കാരനാകൂല പടച്ചോന്റെ മുമ്പിൽ. അങ്ങനെയാണ് അയാളെ പരിചയപ്പെടുന്നത്. അയാളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ അയാളെ നാട്ടിൽ എല്ലാവർക്കും അറിയാത്. അയാൾ റമദാൻ മാസത്തിൽ വീഡിയോ വലിക്കും, അയാൾ റമദാൻ മാസത്തിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. എന്നിട്ട് അയാളെ കുറിച്ച് പറഞ്ഞ എന്താ? ഔലിയാണെന്നാണ്, ഔലിയാണെന്നാണ് പറയണത്. മുദബ്ബിറുൽ ആലം, മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞെന്താ? ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവാണെന്നാ. നമ്മളൊന്ന് ആലോചിക്കുക, എത്ര ഗൗരവമുള്ള വാക്കാണത്. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്നത്. ലോകം നിയന്ത്രിക്കുന്നത് ആരാ? ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ലോകത്തെ അല്ലല്ല സഹോദരങ്ങളെ, പടച്ചോനല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങൾ ഇതെവിടുന്ന കിട്ടിയത്? ഞാൻ പറഞ്ഞത് 15 കൊല്ലം മുമ്പുള്ള ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഇത് അറിയോ? ആരെങ്കിലും ഇത് വിശ്വസിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇത് പറയാണ് മുദബ്ബിറുൽ ആലമാണ്. ആകാശത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന, അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ ഷെയ്ഖ് ഒന്ന് കണ്ണടച്ച കൂട്ടിമുട്ടുന്നു. മടവൂരില് അന്ത്യവിശ്രമം കൊള്ളുന്ന അയാളൊന്ന് കണ്ണടച്ചാൽ അത് കൂട്ടിമുട്ടുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഇങ്ങനെ തെറ്റായ വിശ്വാസങ്ങൾ ആളുകളുടെ ഇടയിൽ പറയുന്നത് ഇത് ശരിയല്ല, ഇത് പ്രമാണങ്ങളില്ല. നിങ്ങൾ പഠിച്ചോളി. വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ച്, ഹദീസുകളെ മുന്നിൽ വെച്ച് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്താ തെളിവ്? ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം എന്താ? നബിമാര് അള്ളാഹുവിനെ മാത്രം വിളിച്ചാ പ്രാർത്ഥിച്ചത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ കേവലം അടിമകളാണ്. അള്ളാഹ്ക്ക് പുറമെ ഇന്ന് ആരോടൊക്കെ അവരൊക്കെ അടിമകളാണ്. അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഇബാദുൻ അംസാലുകും. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം ആരാണ്? ഇബാദുൻ അംസാലുകും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. അള്ളാഹ് പറഞ്ഞുതരാം നമുക്ക്. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവരാരെ? അടിമകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ രണ്ടാമത്തെ കാരണം എന്താ? നമ്മൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ കാരണം, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ അടിമകളാണ്. അവരല്ലാന്റെ സൃഷ്ടികളാണ്, മഖ്ലൂക്കുകളാണ് അവര്. മൂന്നാമത്തേതോ, അടുത്ത കാരണം എന്താ? അള്ളാഹുവിന് പുറമെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവര് നമ്മൾക്ക് ഉത്തരം നൽകൂല, അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂല. ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അവരെ വിളിച്ചാല് നിങ്ങളുടെ ദുആക്ക് അവരെന്ത് ചെയ്യും? അവർ കേൾക്കൂല, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകൂല. നാളെ പരലോകത്ത്, നാളെ ഖിയാമത്ത് നാൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഷിർക്കിനെ അവര് നിഷേധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ പ്രാർത്ഥന കേൾക്കാത്തവരാണ്. അതേപോലെ അവർ ദുർബലരാണ്. ഈ ആളുകൾ ഇന്ന് പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ദുർബലരാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന വീടുകളിൽ നിന്നൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടാകും, വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം.
ഖുർആൻ തുറന്നു വെച്ചത് നിങ്ങൾ പരിശോധിക്കണം. ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, നമുക്ക് എല്ലാവർക്കും വിളിക്കാന്ന്. അതില്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പാപം എന്താ? ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിൽ പങ്കു ചേർത്ത നരകാണ് സഹോദരങ്ങളെ. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപാണ്. അതുകൊണ്ട് ഈ തെറ്റായ വിശ്വാസത്തെ മനസ്സിന്ന് എടുത്തു കളയണം. കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പ്രായമായ ഒരു ഉമ്മ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയി. ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ വേണ്ടി അവർ മക്കയിലേക്ക് പോയി. അങ്ങനെ അവര് മക്കയിലെത്തിയ സമയത്ത് കാബ ഇങ്ങനെ കാണാണ്. കാബ ഇങ്ങനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി അവർക്ക്. ആ ഉമ്മ പറഞ്ഞു, മമ്പർത്ത തങ്ങളെ, കാബയാണല്ലോ ഈ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പണിതുയർത്തിയ കാബാലയത്തിന്റെ സമീപത്ത് വെച്ചിട്ട് ആ ഉമ്മ പറയാ, മമ്പർത്ത തങ്ങളെ, കാബയാണല്ലോ ഈ കാണുന്നത്. ഇതൊരാൾ കേട്ട് അയാൾ ആ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? ഉമ്മ, ഇത് അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും പണിതുയർത്തിയ കാബാലയാണ്. ഇവിടെ വെച്ച് ഷിർക്കിന്റെ വാചകങ്ങൾ പറയരുത്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപാണ് ഷിർക്ക് എന്നൊക്കെ പറഞ്ഞു അയാൾ ഇങ്ങനെ ആ ഉമ്മാക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. ആ ഉമ്മ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കാണ്. ആ ഉമ്മ വലിയ സന്തോഷത്തിൽ അതൊക്കെ കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആ ഉമ്മ പറഞ്ഞു, ബദരീങ്ങളാണ് സത്യം, ഇനി ഞാൻ അള്ളാഹു അല്ലാത്തവരെ വിളിക്കൂല. മനസ്സിലായില്ലേ? അതാ ഉമ്മാന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസം. അതിനെ പറിച്ചു കളയാൻ കുറച്ച് ഇടങ്ങേറാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ നല്ലവരായ സഹോദരങ്ങളോട് പറയണം, നമ്മുടെ വിശ്വാസം നമ്മൾ പരിശോധിക്കാം. അത് ശിർക്കരിക്കാത്ത തൗഹീദാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പിക്കണം. നബിമാര് പഠിപ്പിച്ച, അമ്പിയാക്കൾ കാണിച്ചു തന്ന ആ വിശ്വാസമാണെന്ന് ഉറപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് വരുന്ന മേഖലകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ കെട്ടിപ്പൊക്കിയ ഖബറുകൾ, ഒന്ന് ഖബർ കെട്ടിപ്പൊക്കാനേ പാടില്ല, നബി വിരോധിച്ച കാര്യമാണ്. ഖബർ എന്ന് പറഞ്ഞ ഒരു ചാൺ ഉയരം ഉണ്ടാകാൻ പാടും, ഒരു ചാൺ ഉയരം, അതിലേറെ ഉണ്ടാകാൻ പാടില്ല. അതിലൊക്കെ തെളിവുള്ള വിഷയങ്ങളാണ്. ഖബറുകൾ ഒരു ചാണിലധികം കെട്ടി ഉയർത്തി അവിടെ പോയി സുജൂദ് ചെയ്യുക, ആ ഖബറിൽ ആ മനുഷ്യനോട് പ്രാർത്ഥിക്കുകയാണ്. അത് ശിർക്കാണ് സഹോദരങ്ങളെ. ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത്, ഖബറുകൾ പണിയുക എന്നുള്ളത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. അവിടെ പോയി സുജൂദ് ചെയ്യുന്നത്, ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്, ഷിർക്കാണ്. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഖബറിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാം. നബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചോളൂ, അത് നിങ്ങൾക്ക് പരലോക ചിന്ത ഉണ്ടാക്കും. ഖബർ സിയാറത്ത് അനുവദനീയാണ്, അത് സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് ദുആ ചെയ്യുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളത് ശിർക്കാണ് സഹോദരങ്ങളെ. അത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി കൊടുക്കും. എത്രയോ ഹദീത്തുകൾ വന്ന വിഷയമാണ്. മഹാന്മാരോടുള്ള സഹായതേട്ടം, മരിച്ചു കിടക്കുന്ന മരിച്ചുപോയ മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണം. റിഫായി ഷേഖിനോട്, മുനമ്പത്ത ബീബിയോട്, നാഗൂർ അജ്മീർ ഹോജമാരോട്, ഇങ്ങനെ അല്ലാഹു അല്ലാത്ത പല ആളുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിക്കുന്ന ആളുകളുണ്ട്. മൊയ്തീൻ ഷേഖിന്റെ പേരിൽ കോഴി നറുക്കുന്ന ആൾക്കാർ, ആടി നറുക്കുന്ന ആൾക്കാർ. അള്ളാഹുവിന് വേണ്ടിയാണ് ബലിയർക്കേണ്ടത്. ബലി എന്ന് പറഞ്ഞൊരു ഇബാദത്താണ്. അതേപോലെ നേർച്ച നേരേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഷിർക്കിന്റെ വഴികൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി പഠിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വർത്തമാന കാലഘട്ടത്തിൽ മതത്തിൽ നിന്ന് ആളുകൾ അകലെയാണ്, മതത്തിൽ നിന്ന് ആളുകൾ അകന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമുക്കൊരു ബാധ്യത ഉണ്ട് സഹോദരങ്ങളെ, നമ്മൾ മതം പഠിക്കുന്ന ആളുകളാകണം. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മൾ മതം പഠിക്കുന്ന ആളുകളാകണം. മതം പഠിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, പരിഹരിക്കാൻ പറ്റുക. അതിനെന്ത് വേണം? മദ്രസകൾ ഉണ്ടാകണം, ഖുർആൻ ക്ലാസ്സുകൾ വെക്കണം. ഒരു കാലഘട്ടത്തിൽ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഖുർആന്റെ തഫ്സീർ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മദ്രസ പ്രസ്ഥാനം തന്നെ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുന്നു, അവരൊക്കെ അൽഹംദുലില്ലാ നല്ലതാണ്. മദ്രസകൾ ഉണ്ടാക്കിയപ്പോൾ കുറേ കുട്ടികൾ, ഇപ്പോൾ എന്ത് സന്തോഷമാണ് അങ്ങനെ കാണുമ്പോൾ. നമ്മുടെ കുട്ടികൾ ദീന് പഠിക്കട്ടെ, നമ്മുടെ കുട്ടികൾ ഖുർആനും ഹദീസും അത് വേണം. അപ്പോഴാണ് നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ പടനയിക്കേണ്ടത് നമ്മൾ മുസ്ലിങ്ങളാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. മനസ്സിലായി? നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തണം. അതിനാ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത്. എന്തിനാ? അതിൽ സമസ്തക്കാരുണ്ട്, അതിൽ AP വിഭാഗത്തിൽ ആൾക്കാരുണ്ട്, അതിൽ മുജാഹിദുകളുണ്ട്, അതിൽ തബ്ലീഗുകാർ, എല്ലാവരും ഉണ്ട്, അല്ലേ? മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുറേ പ്രവർത്തികൾ, അതൊക്കെ ഈ സമൂഹത്തിന് ആവശ്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? മതം പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? തയ്യാറാകണം. ദീന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതേപോലെ നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. നമസ്കാരം ഗൗരവമുള്ള വിഷയമാണ്.
വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയ തൗഹീദ് കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്കാരമാണ്. എത്രയോ ആൾക്കാർ വളരെ നിസ്സാരമായിട്ടാണ് നിസ്കാരത്തെ കാണാറുള്ളത്. നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിന് കുത്തേറ്റ രംഗം നമുക്കറിയാം ചരിത്രത്തിൽ. ഉമർ റളിയല്ലാഹുവിന് കുത്തേറ്റ് അദ്ദേഹം രക്തം വാർന്ന് കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത്. കുടിക്കാൻ ഉമർ റളിയല്ലാഹു എന്താ ചെയ്താൽ നിങ്ങൾ, ആ കുടിക്കാൻ കൊണ്ടുപോയ വെള്ളം കൊണ്ട് അദ്ദേഹം wudu ചെയ്തു. എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, അല്ല മനുഷ്യന്മാരെ, നിസ്കരിക്കാത്തവന് ഇസ്ലാമിലൊരു സ്ഥാനമില്ല കേട്ടോ. നിസ്കരിക്കാത്തവന് ഇസ്ലാമിലൊരു സ്ഥാനമില്ല. നിസ്കാരത്തിന് അറബി പറഞ്ഞ പേരെന്താ? സ്വല എന്നാണ്. സ്വല അല്ലേ? അസ്വല, നമസ്കാരം. ആ പദം എവിടെ നിന്നാ വന്നെന്നറിയോ? സിലയാണ്. സില എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാണ്. സില എന്ന് പറഞ്ഞാൽ ബന്ധം ഉണ്ടാക്കുക എന്നാണ് നമസ്കാരം. ആരായിട്ടാണ് നിസ്കാരത്തിലൂടെ ബന്ധം ഉണ്ടാക്കുന്നത്? പടച്ചോനായിട്ട് ബന്ധം ഉണ്ടാക്കുക നിസ്കാരത്തിലൂടെ. അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. റബ്ബിന്റെ മുമ്പിൽ ഒരടിമ ഏറ്റവും അടുത്ത് കിട സുജൂദിലാ. സുജൂദ് എവിടെ? നിസ്കാരത്തിലാണ്. റബ്ബുമായി മുനാജാത്ത് എവിടെയുള്ള? നിസ്കാരത്തിലാണ് അല്ലേ? അപ്പൊ ആ നിസ്കാരം കൊണ്ട് നമുക്ക് ഈമാൻ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി, നമ്മുടെ കാറുമായി ബൈക്കുമായി പെട്രോൾ പമ്പിൽ കയറി, എത്ര നേരം അവിടെ നിൽക്കും നമ്മൾ? പെട്രോൾ പമ്പിൽ കയറിയാൽ നേരെ നമ്മൾ എണ്ണടിക്കുന്ന മെഷീൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ടോ ടാങ്ക് തുറക്കും. ഏതാനും മിനിറ്റുകൾ അല്ലെ നമ്മൾ പറയാം അയാളുടെ പെട്രോളാണ്, ഡീസലാണ്, 1000 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 2000 2500 അവിടുന്ന് എണ്ണ അടിക്കും, അടക്കും, നമ്മൾ പോകും. സഹോദരങ്ങൾ, ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് എണ്ണ അടിച്ചാൽ ആ അടിച്ച എണ്ണയുമായി 2-3 മിനിറ്റാണ് നമ്മൾ പമ്പിൽ നിന്നത്. ആ 2-3 മിനിറ്റ് കൊണ്ട് അടിച്ച എണ്ണയുമായി നമ്മൾ മണിക്കൂറുകൾ യാത്ര ചെയ്യും അല്ലേ? മണിക്കൂറുകൾ യാത്ര ചെയ്യൂലേ? നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മുമ്പിൽ നുഹറിന് പോയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓടാനുള്ള ഇന്ധനമാണ് നിസ്കാരം. ഒരു വിശ്വാസിയെ നയിക്കേണ്ട ഇന്ധനമാണ്, അവന് ലഭിക്കുന്ന ചാർജിങ് ആണ് നമസ്കാരം. അങ്ങനെ നിസ്കാരത്തെ കാണണം. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. സുബഹിന്റെ ജമാഅത്തിന് നമ്മളൊക്കെ പോകണം. സുബഹിന്റെ ജമാഅത്തിന് എല്ലാ ജമാഅത്തിനും പങ്കെടുക്കണം. മനസ്സിലായി? ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അനുവദനീയാണ്. സ്ത്രീകൾക്ക് പള്ളി നിർബന്ധമല്ല, സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? പള്ളിയിൽ പോകാം. അപ്പോൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. മാതാപിതാക്കളെ അവഗണിക്കുന്ന മക്കൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ദീന് പഠിപ്പിക്കണം. അവരെ ദീന് പഠിപ്പിക്കണം. ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയമുണ്ട് അല്ലേ? അതേപോലെ തന്നെ LGBTQ പോലെയുള്ള ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളുണ്ട്. നാളെ ഒരുപക്ഷെ നമ്മുടെ പെൺകുട്ടി വന്നിട്ട് പറയും, ഞാനേ ആണാണ് വാപ്പ എന്ന് പറയും, ഞാൻ ആണാണ്. നമ്മുടെ പെൺകുട്ടിനെ നമ്മൾ വളർത്തിയത് എങ്ങനെ? പെണ്ണായിട്ട്. അവള് പെണ്ണാണ്. പക്ഷെ നാളെ അവള് പറയും, ഞാൻ ആണാണ്. അപ്പൊ മോളെ, നീ ആണല്ല പെണ്ണാന്ന് നമുക്ക് പറയാൻ പറ്റൂല. വർത്തമാന കാലഘട്ടത്തിൽ ഒരാൾ സ്വയം ഐഡന്റിറ്റി വെളിവാക്കിയാൽ ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ ഓൻ പെണ്ണ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കണം അല്ലേ? കേരളത്തില് സ്വവർഗ വിവാഹം കഴിച്ച ഈ പ്രശ്നം വന്നതിന് ശേഷം വിവാഹം കഴിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ 2 മുസ്ലിം പെൺകുട്ടികളാണ്. 2 മുസ്ലിം. അവരെവിടെ പഠിച്ചാൽ നിങ്ങൾ? സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പഠിച്ച കുട്ടികളാണ്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പഠിച്ച കുട്ടികളാ അല്ലേ? ദീന് പഠിച്ച കുട്ടികളെ. എന്നിട്ട് അവരെന്താണ്? 2 പെണ്ണുങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുക. എവിടുന്ന ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടും? നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ. നമ്മുടെ മക്കൾ എന്ത് പഠിക്കുന്നു, അവരെങ്ങോട്ട് പോകുന്നു അറിയണം. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം? ബോധം ഉണ്ടാകണം. മദ്യവും മയക്കുമരുന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള തിന്മകളുടെ വ്യാപനം നമ്മുടെ നാട്ടിലുണ്ട്. ആരാതിനെതിരെ ശബ്ദമുയർത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി മദ്യത്തിനെതിരെ കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മദ്യവുമായി ബന്ധപ്പെട്ട 10ഓളം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചു. മദ്യപാനിയുടെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മദ്യപിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? നമ്മൾ അതിനെതിരെ എന്ത് ചെയ്യണം? ശബ്ദമുയർത്തണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്ത, ദുനിയാവിന്റെ പിറകെ ഓടണ്ട. ദുനിയാവിന്റെ പിറകെ ഓടണ്ട. ദുനിയാവ് നശിക്കും. ദുനിയാവ് നശിക്കും. അതുകൊണ്ട് തന്നെ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളായി മാറണം. ആരാ യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ? ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി
നന്മകൾ പ്രവർത്തിക്കുന്നയാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. നിങ്ങൾ ധൃതി കാണിച്ചോളൂ. എന്തിനാ? നന്മയിൽ ധൃതി കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ ഒറ്റ ചരിത്രം പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നന്മയിൽ ധൃതി കാണിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബിയുടെ കാലഘട്ടത്തിൽ അൻസാറുകളായ ഒരു കൂട്ടം ആളുകൾ അവരൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, അവർക്ക് കൃഷി ചെയ്യാൻ വെള്ളമില്ല, അതേപോലെ തന്നെ അവരുടെ കന്നുകാലികൾക്ക് വെള്ളമില്ല. അവർ വലിയ പ്രയാസത്തിലാണ്. അപ്പൊ അവർ പറഞ്ഞു, നമുക്ക് നബിനോട് പോയിട്ട് പറയാം, നബിയെ ഞങ്ങൾക്ക് വെള്ളമില്ല, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം, അള്ളാഹു പ്രാർത്ഥന കേൾക്കും, നമുക്ക് വെള്ളം കിട്ടും. അവർക്കറിയാം നബി ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനെ അവര് ഒരു വഫ്തിനെ, ഒരു കൂട്ടം ആളുകളെ തെരഞ്ഞെടുത്ത് നബിന്റെ മുമ്പിലേക്ക് പറഞ്ഞയച്ചു. ആ ആളുകൾ ഇങ്ങനെ വരികയാണ് നബിന്റെ മുമ്പിലേക്ക്. നബിക്കറിയില്ല അവരെന്തിനാ വരുന്നത്, നബിക്കറിയില്ല. പക്ഷെ നബി അവരോട് പറഞ്ഞു, മർഹബൻ ബിൽ അൻസാർ, മർഹബൻ ബിൽ അൻസാർ. നബി അവരെ സ്വാഗതം ചെയ്തു. അൻസാറുകളെ സ്വാഗതം, സ്വാഗതം, നിങ്ങൾ വരൂ എന്ന് നബി പറഞ്ഞ വാചകം എന്താ അറിയോ? വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ തസ്അലൂനി അൽയൗമ ശൈഅൻ ഇല്ലാ അഅതൈതുകുമൂഹു. അല്ലാഹുവാണ് സത്യം, ഇന്ന് നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകും. അഥവാ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അത് നൽകും. അവരെന്തിനാ വരുന്നത് നബിക്ക് അറിയില്ല. നബി അതിന്റെ മുമ്പ് തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാനത് നൽകും. അവരെന്തിനാ വരുന്നത്? വെള്ളം ചോദിക്കാൻ വരിക. പട്ടിണിയിലാണ്, വെള്ളമല്ല അവർക്ക്, കന്നുകാലികൾക്കില്ല, മക്കൾക്കില്ല, കുളിക്കാനില്ല, കുടിക്കാനില്ല, ഒന്നിനും വെള്ളമല്ല. അങ്ങനെ അവർ വരുന്നത്. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, നമ്മൾ വന്നത് വെള്ളം ചോദിക്കാനാ. പക്ഷെ നബി പറഞ്ഞെന്താ? നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാം, അതുകൊണ്ട് ചോദിക്കാനായിട്ടില്ല. അവര് കൂടിയാലോചന നടത്തിയതാ. ആ ആളുകള് കൂടിയാലോചന നടത്തി. എന്നിട്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് നബിനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ പറഞ്ഞില്ലേ എന്ത് ചോദിച്ചാലും നൽകാമെന്ന് പറഞ്ഞില്ലേ? നബിയെ, നബിയെ, ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നബിയെ, ഞങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അവരുടെ ആവശ്യം അവർ മറന്നു. അവർ വന്നെന്തിനാ? വെള്ളത്തിനാ. കുടിക്കാൻ വെള്ളമല്ല, കുളിക്കാൻ വെള്ളമല്ല, കന്നുകാലികൾക്ക്. പക്ഷെ അത് ആരും മറന്നു. അവർ ചോദിക്കണം എന്താ? നബിയെ, ഞങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഗഫിർ ലി അൻസാർ. നബി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അൻസാറുകളായ ഈ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. തീർന്നില്ല, വലി അബ്നാഇൽ അൻസാർ, അല്ലാഹുവേ, അൻസാറുകളായ ഈ ആളുകളുടെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണം. വലി അബ്നാഇൽ അൻസാർ, അൻസാറുകളായ ഈ ആളുകളുടെ മക്കളുടെ മക്കൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണം. സഹോദരങ്ങളെ, 3 തലമുറ പാപമോചനം നേടിയാണ് അവർ മടങ്ങുന്നത്. 3 തലമുറ സ്വർഗം നേടിയാണ് അവർ മടങ്ങുന്നത്. അവർക്കൊരു അവസരം അവർക്ക് കിട്ടി. ആ അവസരത്തെ അവരെന്ത് ചെയ്തു? അവരുപയോഗിച്ചു. ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഈ ദുനിയാവ് നമുക്കുള്ളൊരു അവസരമാണ്. ഈ ദുനിയാവ് നമുക്കെല്ലാവർക്കുമുള്ള അവസരമാണ്. ദീനനുസരിച്ച് ജീവിക്കാൻ, നന്മകൾ ചെയ്യാൻ, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. അതുകൊണ്ട് ഈ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തി പരലോകം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹുവിനോട് അതിനുവേണ്ടി ദുആ ചെയ്യുക. പടച്ച തമ്പുരാൻ സ്വർഗം നേടിയെടുക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു കൂട്ടം ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകി ആദരിക്കുമ്പോൾ ആ സ്വർഗം നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ നാട്ടിലെ കാരണവന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറുകൾ സന്തോഷത്തോപ്പാക്കി മാറ്റുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.